കടന്നു വന്നാട്ടെ. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം. ഐസിയ ചാപ്റ്റർ 42. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം. ഐസിയ ചാപ്റ്റർ 42 verses 1 to 4. താങ്ക് യു ജീസസ്. യെശയ്യാ പ്രവചനം 42 ആദ്യത്തെ 3 വാക്യം മതി. ആദ്യത്തെ 3 വാക്യം 1 to 3. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. താങ്ക്സ് തോംസൺ. താങ്ക് യു ലോർഡ്. തോംസൺ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എത്തിയത് തന്നെ താങ്ക്സ്. യെശയ്യാ 42 1 മുതൽ 3 വരെ. ശബ്ദം ഉയർത്തി വായിക്കുമോ? ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥികളിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. തിരുവചനത്തിൽ, യെശയ്യാ പ്രവചനത്തിൽ യേശു കർത്താവിനെ കുറിച്ചുള്ളതായ ഒരു പ്രവചനമാണ് ഇത്. ഇന്ന് പകൽ നാം കേൾക്കുന്നത് പ്രധാനമായി ദൈവം പറയുകയാണ്. പിതാവായ ദൈവം അഥവാ യഹോവയായ ദൈവം പറയുന്നു, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. 1-ാം വാക്യം അവസാന ഭാഗം, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. ശബ്ദമുയർത്തിയ ആ ഭാഗം ശക്തിയോടെ എല്ലാവരും പറഞ്ഞാട്ടെ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. ആരോട് പറഞ്ഞു? ആരെക്കുറിച്ച് പ്രവചിച്ചു? പിതാവായ ദൈവം യേശു കർത്താവിനെ കുറിച്ച് പറയുന്നു. എൻ്റെ ആത്മാവിനെ, ഐ ഹാവ് പുട്ട് മൈ സ്പിരിറ്റ് അപ്പോൺ ഹിം. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. സോ ഈ പകൽ നാം കേൾക്കുന്ന ഈ ദൂതിൻ്റെ, ഈ ടീച്ചിങ്ങിൻ്റെ, ഇത് പ്രീച്ചിങ് അല്ല, ഇത് ടീച്ചിങ് ആണ്. ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ടീച്ചിങ്ങിൻ്റെ തലക്കെട്ടതാണ് ദ ബ്ലെസ്സഡ് ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ധന്യനായ പരിശുദ്ധ ആത്മാവ്. ധന്യനായ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവ്. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ക്രൈസ്തൻ്റെ സ്തോത്രം ടൈറ്റിൽ പറയുമ്പോൾ അല്ലെങ്കിൽ വാക്യം വായിക്കുമ്പോൾ കൺക്ലൂഷൻ പറയാൻ കഴിവുള്ളവരാണ്. നിങ്ങൾക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. സ്തോത്രം. ത്രിത്വത്വ മൂന്നാമനായ പരിശുദ്ധ ആത്മാവിൻ്റെ ചലനം അല്ലെങ്കിൽ സാന്നിധ്യം അല്ലെങ്കിൽ ശുശ്രൂഷ, സ്തോത്രം, പ്രവർത്തനമൊക്കെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ, ഉൽപ്പത്തിയുടെ 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നു. വെള്ളത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്നു. അവിടെ പാട് കാണുകയില്ല, അവിടെ ശൂന്യത കാണുകയില്ല, അവിടെ ദൈവത്തിൻ്റെ നിറവേ കാണത്തുള്ളൂ. ഭൂമിയിൽ നിങ്ങൾ നോക്കുമ്പോൾ പാടില്ല, ശൂന്യമില്ല, സകലത് നിറവ് മാത്രമേ ഉള്ളൂ. ജീവിതം പാടെന്നാരെങ്കിലും പറയുന്നെങ്കിൽ, കുടുംബം ശൂന്യമെന്നാരെങ്കിലും പറയുന്നെങ്കിൽ, നോവേ. എല്ലാ വാതിലും എല്ലാ ജനലും എല്ലാ ജീവിതത്തിൻ്റെ വെന്റിലേറ്ററും ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി തുറന്നിട്ട് നോക്ക്. ആഴ്ചകൾ കഴിയുമ്പോൾ സകലത് നിറഞ്ഞിരിക്കുന്നു. ജീവിതം ഒരിക്കലും പാടല്ല, ജീവിതം ശൂന്യമല്ല, ജീവിതം സ്തോത്രം ദൈവത്തിൻ്റെ നിറവാണ്. സ്തോത്രം. മെസ്സിഹായ്ക്ക് പോലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നെന്ന്. കാരണം പിതാവായ ദൈവം പറയുന്നു, ഹി നീഡ് ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം മെസ്സിഹായ്ക്ക്, തൃത്വത്തിൽ രണ്ടാമനായ യേശു കർത്താവിന് പോലും ആവശ്യമായിരുന്നെങ്കിൽ സാധാ മനുഷ്യരാകുന്ന എനിക്കും നിങ്ങൾക്കും എത്രയധികമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നും പോയി നിന്നു. ശിംശോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ന്യായാധിപന്മാരുടെ കാലഘട്ടം വായിക്കുന്നു. ഇഫ്താഹിന് മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു, അല്ലെങ്കിൽ ഗിദെയോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. രാജാക്കന്മാരുടെ കാലത്ത് ശൗലിന് മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ദാവീദിന് മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു ആ ദൗത്യം ചെയ്തു, പിന്നെ പോയി. എന്നാൽ കണ്ണ് തുറന്ന് കേൾക്കണമേ, പുതിയ നിയമത്തിൽ പരിശുദ്ധ ആത്മാവ് ഞായറാഴ്ച മാത്രം വന്നിട്ട് ഒന്ന് കുലുക്കിയിട്ട് പോകുന്നവനല്ല. 365 ദിവസവും 24 മണിക്കൂറും നിങ്ങളോട് കൂടെ ഇരിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 14, 15, 16 അധ്യായം നിങ്ങൾ വായിക്കുന്നതായ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ 7 ശുശ്രൂഷകൾ അവിടെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിലൊന്നാണ് എന്നും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് സത്യൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനെ ദൈവം അയക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നും നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. ആരാണ് പരിശുദ്ധാത്മാവ്? എന്താണ് പരിശുദ്ധാത്മാവ്? ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. ദൈവം തന്നെയാണ് പരിശുദ്ധ ആത്മാവ്. അബ്രഹാമിനെ അബ്രഹാം ആക്കി
തീർത്ത ആ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. സാറായിയെ സാറ ആക്കി തീർത്ത ആ കർത്താവ് തന്നെയാണ് പരിശുദ്ധ ആത്മാവ്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാൻ നിനക്ക് മക്കളെ തരുമെന്ന് കള്ളം പറയാതെ വാഗ്ദത്തം പറയുകയും വാഗ്ദത്തം നിറവേറ്റുകയും ചെയ്തതായ ആ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. ക്ഷാമകാലത്തെ ഇസ്ഹാക്കിന് കൊയ്ത്ത് നൽകിയ ആ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. ജീവിതം തീർന്നു എന്ന് യാബോക്ക് കടവിൽ ചിന്തിച്ചതായ സമയത്ത് ഇല്ല യാക്കോബേ, നീ യാബോക്കിൽ തീർന്നവനല്ല, ഇവിടെ നിന്ന് ഇസ്രായേലായി ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞ് യാക്കോബിനെ ഇസ്രായേലാക്കി തീർത്ത ദൈവം തന്നെയാണ് പരിശുദ്ധ ആത്മാവ്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഞാൻ കേട്ടു, ഇപ്പോൾ ഞാൻ അവരെ വിടിവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിടുതലിന്റെ ദൈവമായ കർത്താവ് 30 ലക്ഷം ജനത്തെ വിടുവിച്ചുവെങ്കിൽ ആ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഇടയനെ കൊണ്ട് സ്തോത്രം മല്ലനെ തകർത്ത് അവനെ പിന്നത്തേതിൽ ചക്രവർത്തിയാക്കി 24 മണിക്കൂറും ആരാധനയുടെ കൂടാരം പണിത ദാവീദിന്റെ ദൈവം തന്നെയാണ് പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ. ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കും സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ കഴിയാതിരുന്നപ്പോൾ ദാനിയേൽ കൊണ്ട് ആ അർത്ഥം പറയിപ്പിച്ച ആ ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. ആയിരക്കണക്കിന് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് ചിന്തിപ്പാൻ തക്കൊണ്ട് കഴിയും. പഴയ നിയമത്തിന്റെ ഓരോ പാരഗ്രാഫിൽ, ഓരോ സംഭവത്തിൽ, ഓരോ വ്യക്തിയിൽ, ഓരോ താഴ്വരയിൽ, ഓരോ കുന്നിൽ, ഓരോ പട്ടണത്തിൽ, ഓരോ ഗ്രാമത്തിൽ നടന്നതായ ഓരോ സംഭവങ്ങളെ പഴയ നിയമത്തിൽ ചെയ്ത ആ ദൈവം തന്നെയാണ് പരിശുദ്ധ ആത്മാവ്. സഹോദരി സഹോദരന്മാരെ, അവൻ നിങ്ങളുടെ പുറത്തല്ല, അവൻ നിങ്ങളുടെ അകത്താണ്. പരിശുദ്ധ ആത്മാവ് അവൻ നിങ്ങളുടെ അകത്താണ്. 1 യോഹന്നാൻ 5:5 പറയുന്നു, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ എല്ലാവരും. എന്നിലുള്ളവൻ. വലത് കരങ്ങൾ മാർബോട് ചേർത്ത് വെച്ച് പറ. വലത് കൈ വലത് കൈ വലത് കൈ വലത് കൈ. ഇടത് കൈ വലത് കൈ അറിയത്തില്ലയോ? വലത് കൈ മാർബോട് ചേർത്ത് വെച്ച് പറഞ്ഞാട്ടെ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. ഒരിക്കൽ കൂടെ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനത്രേ. ലോകത്തിലുള്ള ഏത് ബന്ധനത്തെക്കാളും, ഏത് മന്ത്രതന്ത്രത്തെക്കാളും, ഏത് പൈശാചിക ശക്തിക്കാളും, ഏത് വെല്ലുവിളിയേക്കാളും, ഏത് പ്രശ്നങ്ങളെക്കാൾ ശക്തനായ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലിരിക്കുന്നു. ഇന്ന് പകൽ കയറൂരി വിടുന്നതായ കുതിരയ്ക്ക് സമാനമായി, കൂട് തുറന്നു വിടുന്നതായ സിംഹത്തിന് സമാനമായി ദൈവത്തിന്റെ ആത്മാവിന്റെ വിലയേറിയ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവകൃപയാൽ ജയത്തിനായി സ്വതന്ത്രമാകുമാറാകട്ടെ. പരിശുദ്ധാത്മാവ്, he is not a spirit of imperfection, he is the God of perfection. അവൻ സമ്പൂർണനായ ദൈവമാണ്. ആ പരിശുദ്ധ ആത്മാവിനെ 7 ഉപമാനങ്ങളാണ് നിങ്ങൾക്ക് തിരുവചനത്തിൽ കാണുവാൻ കൊണ്ട് കഴിയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള 7 അടയാളങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായി നമുക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ ചുറ്റുമിരിക്കുന്ന സൺഡേ സ്കൂൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യോർദാന്റെ കരയിൽ യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. ലൂക്കോസ് 3:21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രാവെന്ന ദേഹരൂപത്തിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പ്രാവിന്റെ പ്രത്യേകത, സ്തോത്രം കളങ്കമില്ലാത്തതാണ് പ്രാവ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എന്നിൽ വസിക്കണമെങ്കിൽ നമ്മൾ വക്രതയുടെ ജനമാകല്, പകരം ദൈവകൃപയാൽ കളങ്കമില്ലാത്തവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കളങ്കമില്ലാത്തവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. സ്തോത്രം. മാത്രമല്ല, കളങ്കമില്ലാത്ത അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു. ആ പ്രാവിനെ പിടിച്ചു നോക്ക്, അവന്റെ ഇടത് ചിറകിൽ 9 തൂവൽ ഉണ്ടായിരിക്കും, വലത് ചിറകിൽ 9 തൂവൽ ഉണ്ടായിരിക്കും. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ടതായ അർത്ഥം? സ്തോത്രം. 9 ഫലങ്ങളുണ്ട്, 9 വരങ്ങളുണ്ട്. 9 ഫലങ്ങളുണ്ട്, 9 വരങ്ങളുണ്ട്. അതിനർത്ഥം ഒരു വശത്ത് ക്യാരക്ടറുണ്ട്, മറുവശത്ത് കരിസ്മയുണ്ട്. ഒരു വശത്ത് സ്വഭാവമുണ്ട്, മറുവശത്ത് ദൈവത്തിന്റെ ശക്തിയുണ്ട്. ദൈവത്തിന്റെ സ്വഭാവം അഥവാ ദിവ്യ സ്വഭാവം ഒരു വശത്ത് നിങ്ങൾക്കുണ്ട്. ദിവ്യ സ്വഭാവമുള്ളവർ ഈ തലമുറയിൽ ദിവ്യ ശക്തിയെ ചുമക്കുന്നവരായിരിക്കും. നമ്പർ 1, ഒരടയാളം എന്ന് പറയുന്നത് സ്തോത്രം, അത് പരിശുദ്ധ ആത്മാവ് പ്രാമാണ്. 2 അപ്പോസ്തലപ്രവൃത്തി 2:2 വായിക്കുമ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ 120 പേർ ദൈവ സാന്നിധ്യം അനുഭവിച്ചു. അവർ കേട്ടു കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള ശബ്ദം. രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അതെ കാറ്റായി ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് കാറ്റെന്ന പോലെ ഇറങ്ങി വരുന്നു. സ്തോത്രം. യെശയ്യാ പ്രവചനം 28:2 വായിക്കുമ്പോൾ അതേ തിരുവചനം പറയുന്നു, സ്തോത്രം, അതേ തകർത്ത കൊടുങ്കാറ്റ്
കൊടുങ്കാറ്റ് പോലെ ഇറങ്ങി വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. തകർത്ത കാറ്റ് പോലെ ഇറങ്ങി വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. കാറ്റിൻ്റെ വലിയൊരു ശേഖരം തന്നെ ബൈബിളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ചെങ്കടലിന്റെ കരയിൽ വലിയൊരു കാറ്റടിച്ചു. ചെങ്കടലിന്റെ കരയിൽ അടിച്ച ആ വീശിയ കാറ്റാണ് ആ കടലിനെ രണ്ടായി വിഭാജിച്ചത്. കഴിഞ്ഞ ക്രിസ്മസിന് ആ കേക്കിനെ നിങ്ങൾ രണ്ടായി മുറിച്ചു മാറ്റി, കത്തി കൊണ്ട് മുറിച്ചു മാറ്റി. എന്നാൽ ദൈവം കേക്കിനെയല്ല മുറിച്ചത്, ദൈവം കടലിനെ മുറിച്ചു. കാറ്റുകൊണ്ട് ദൈവം കടലിനെ മുറിച്ച്. സ്തോത്രം. തൽമുദ് പറയുന്നു 2200 കിലോമീറ്റർ, 2200 കിലോമീറ്റർ വേഗതയിൽ വീശിയ കാറ്റായിരുന്നു അന്ന് ചെങ്കടൽ വിഭാഗിച്ച് ഏകദേശം 1.5 കിലോമീറ്റർ വീതിയുള്ളതായ ആ വഴിയെ തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കിയത്. ആരും കേട്ടില്ല? ഒരിക്കൽ കൂടെ സ്തോത്രം. 2200 കിലോമീറ്റർ വേഗത ആ കാറ്റിന് ഉണ്ടായിരുന്നു. 2200 കിലോമീറ്റർ വേഗതയുള്ള കാറ്റാണ് 1.5 കിലോമീറ്റർ ഉള്ളതായ വഴിയെ ഉളവാക്കിയത്. ഇന്നും ആ ദൈവം ലീവിന് പോയിട്ടില്ല. ഇന്നും ആ ദൈവം അശക്തനായി തീർന്നിട്ടില്ല. ഇന്നും ശക്തിയുള്ളവനാണ്. ജീവിതത്തിൽ അവൻ കാറ്റടിച്ചാൽ ആരും നടക്കാത്ത വഴിയിലൂടെ ദൈവം നിങ്ങളെ അതിശയമായി വഴി നടത്തും. ആമേൻ. ഗെറ്റ് റെഡി. കേട്ടവർ ആമേൻ പറഞ്ഞേ. അവൻ കാറ്റായി ഇറങ്ങി വരുന്നവനാണ്. സ്തോത്രം. നമ്പർ 3 മൂന്നാമതായി തിരുവചനം പറയുന്നു. സ്തോത്രം. ആശീഷമാരി ആശീഷം പെയ്യണമേ. 36 അധ്യായം 26 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അനുഗ്രഹമായ മഴയായി ഇറങ്ങി വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. 2018 വെള്ളപ്പൊക്കത്തിന്റെ മഴയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അനുഗ്രഹമായ മഴ. അനുഗ്രഹമാരി. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്താണ്? അനുഗ്രഹമാരി. ഒരിക്കൽ കൂടെ അനുഗ്രഹമാരി. കരങ്ങൾ ഉയർത്തി പറ, കർത്താവേ അനുഗ്രഹമാരി തരണമേ, അനുഗ്രഹമായി തരണമേ. കേരളത്തിൽ നല്ല ചൂടാണപ്പാ, അനുഗ്രഹമഴ തരണേ, അനുഗ്രഹമഴ തരണേ. യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. എല്ലാവരും ആമേൻ പറഞ്ഞേ. ഒരു മഴ എന്നതുപോലെ ചൂടായ അനുഭവങ്ങൾ തണുപ്പിപ്പാൻ ഇറങ്ങി വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. ജീവിതത്തിന്റെ വിവിധ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ചൂടായവരായിരിക്കാം നിങ്ങൾ. സ്തോത്രം. പ്രാണൻ ചൂടായിരിക്കുമ്പോൾ ആശ്വാസപ്രദനായി പെയ്ത് നിങ്ങളെ തണുപ്പിപ്പാൻ, നിങ്ങളുടെ പ്രാണനെ, നിങ്ങളുടെ ചിന്തയെ, നിങ്ങളുടെ മനസ്സിനെ തണുപ്പിപ്പാൻ ആശ്വസിപ്പിപ്പാൻ ഇറങ്ങി വരുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. സ്തോത്രം. അതെ, ഈ വെള്ളത്തിനൊരു ശത്രുവുണ്ട്. വെള്ളത്തിന്റെ ശത്രുവാണ് തീ. സ്തോത്രം. തീയുടെ ശത്രുവാണ് വെള്ളം. മഴ പോലെ ഇറങ്ങി വരുന്നവനാണ് അത് പരിശുദ്ധാത്മാവ്. എന്നാൽ അതേ സമയത്ത് വേദപുസ്തകം പറയുന്നു, പിളർന്നിരിക്കുന്ന അഗ്നി നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം തന്നെ 3-4 വാക്യങ്ങളിൽ അവൻ കാറ്റുപോലെ വരുന്നത് അവർ കേട്ടു. പക്ഷേ സ്തോത്രം, പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. തീയാണ് പരിശുദ്ധ ആത്മാവ്. തീ എന്ന പോലെ പരിശുദ്ധാത്മാവിന്റെ 4ാമത്തെ അടയാളമാണ് തീ എന്നതുപോലെ. കാരണം ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. കേട്ടവർ ആമേൻ പറഞ്ഞ്. ചിലർ മിണ്ടിയില്ല. അപ്പൊ സാത്താൻ ആര് എന്നാണ് അവരുടെ ചോദ്യം. അതാണ് മിണ്ടാതെ ഇരിക്കുന്നത്. സാത്താൻ ആരെന്നറിയോ? യെശയ്യാ 14 വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ഉണങ്ങിയ വിറകാണ് സാത്താൻ. ഉണങ്ങിയ വിറകാണ് സാത്താൻ. എങ്ങനെ പറയാൻ കഴിയും? വലിയ വൃക്ഷമാകുന്ന സ്വർഗത്തിൽ നിന്ന് നിഗളം കണ്ടപ്പോൾ, പാപം കണ്ടപ്പോൾ ദൈവം വെട്ടി എറിഞ്ഞു കളഞ്ഞു. വൃക്ഷത്തിൽ നിന്ന് ശിഖരത്തെ വെട്ടിക്കളഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. ഒരിക്കൽ കൂടെ. ഓ ഖമാൻ. സ്വർഗമാകുന്നതായി വൃക്ഷത്തിൽ നിന്ന് അതിന് വെട്ടി എറിഞ്ഞു കളഞ്ഞപ്പോൾ അവന് ഉണങ്ങിയ വിറകായി പോയി. സാത്താൻ ഉണങ്ങിയ വിറകായി. ഇന്ന് പകൽ പറ, വിറകുകളിയെ തീയുടെ അടുക്കൽ വരത്, തീ നിന്നെ ദഹിപ്പിച്ചു കളയും. അപ്പോ പ്രശ്നം തീർന്നല്ലോ അല്ലേ? ആശീർവാദം പറയാം. സ്തോത്രം. ദൈവം തീയാണ്, സാത്താൻ വിറകുമാണ്. ഒരിക്കൽ കൂടെ. ദൈവം തീയാണ്, സാത്താൻ ആരാണ്? വിറകുമാണ്. വേറെ ആരെങ്കിലും പോരാട്ടം വലുതാണ്, മന്ത്രവാദം വലുതാണ്, കെട്ട് വലിയ പകട്ടാണ് എന്നൊക്കെ പറയും. വെറും ചുമ്മാതാ. നിന്റെ മാസപ്പടി വാങ്ങാൻ വേണ്ടി അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നാൽ സത്യത്തിന്റെ വചനം വളരെ കൃത്യമായി പറയുന്നു, നിന്റെ ആപ്പൻ ആരാ? ചെറിയ പൊളിയല്ല, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതുകൊണ്ട് പരിശുദ്ധ ആത്മാവ് അവൻ അഗ്നിയാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, പരിശുദ്ധാത്മാവെന്ന് പറയുന്നവൻ അവൻ എണ്ണ പോലെ കടന്നു വരുന്നവനാണ്. എണ്ണ, ഓയിൽ. 23-ാം സങ്കീർത്തനം 5-ാം വാക്യം എന്താണ്? എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എക്സാക്ട്ലി. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. സോ എണ്ണ പോലെ കടന്നു വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. എങ്ങനെയാണ് ഈ എണ്ണ ലഭിച്ചത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗദശമന തോട്ടത്തിൽ ഒലിവിൻ കായ്കൾ തകർക്കപ്പെട്ടു. ഒലിവിൻ കായ് തകർക്കപ്പെട്ടത് കൊണ്ട് ദേവാലയത്തിൽ ആദ്യത്തെ ഫസ്റ്റ് ഓയിൽ
വെർജിൻ ഓയിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എണ്ണ തന്നെ. സ്തോത്രം. അതേ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇടിച്ചെടുത്തതായ ആദ്യത്തെ എണ്ണ തന്നെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നു. ദൂത് ഇതാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗദശമന തോട്ടത്തിൽ യേശു കർത്താവ് തകർക്കപ്പെട്ടു. അതുകൊണ്ട് ഇന്ന് പകലിതാ സഭയിൽ എണ്ണ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. യേശു ഉടഞ്ഞത് കൊണ്ടാണ് നീ അഭിഷിക്തനായത്. യേശു കർത്താവ് തകർക്കപ്പെട്ടത് കൊണ്ടാണ് നീ അഭിഷിക്തയായി തീർന്നത്. 1 ശമൂവേൽ 10:1 ശൗലിൽ ദൈവത്തിന്റെ അഭിഷേക തൈലം ഒഴുകി. 1 ശമൂവേൽ 16:13 സ്തോത്രം ദാവീദിൽ പിന്നത്തേതിൽ അഭിഷേക തൈലം ഒഴുകി. ലേവ്യ പുസ്തകം 8:12 സങ്കീർത്തനം 133 1-2 ഇതാ സ്തോത്രം അഹരോന്റെ തലയിൽ നിന്ന് താടിയിൽ നിന്ന് വസ്ത്രത്തിന് വിളിമ്പിലേക്ക് അഭിഷേക തൈലം ഒഴുകി. ഇന്ന് പകലും നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിന്മേൽ അഭിഷേക തൈലം ഒഴുകുന്നത്. ഇന്ന് പകലും നിയോഗിക്കപ്പെട്ട ദൈവ പൈതലമേൽ അഭിഷേക തൈലം ഒഴുകുന്നത് യേശു കർത്താവ് തകർക്കപ്പെട്ടത് കൊണ്ടാണ്. ഇസ്രായേൽ സ്തോത്രം അവൻ എണ്ണ പോലെ കടന്നു വരുന്നവനാണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു എഫേസ്യർ 5:18 വായിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവിന്റെ മറ്റൊരു ചിഹ്നമാണ് സ്തോത്രം. അവൻ വീഞ്ഞായിരിക്കുന്നു. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നുവല്ലോ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് ദൈവത്തിന് പാടിയും കൊണ്ട് ഹല്ലേലൂയ. പുതുവീഞ്ഞായി ഇറങ്ങി വരുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. രണ്ടുപേരെ തൊട്ട് പറ, ആത്മാവ് വീഞ്ഞാണ്. പരിശുദ്ധാത്മാവ് ആരാണ്? മോത്തോക്കി പറഞ്ഞേ, അവൻ വീഞ്ഞാണ് ദൈവത്തിന്റെ ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തി 2:12-13 വാക്യം വായിക്കുമ്പോൾ 120 പേർ മാളിക മുറികൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവർ അന്യഭാഷകൾ സംസാരിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ ഓടിക്കൂടിയ ജനം പറഞ്ഞു, ഓമാർക്ക് എന്താ പറ്റിയത്? പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു. സോ 6ാമതായി എനിക്ക് പറയാനുള്ളതായ അടയാളം പരിശുദ്ധാത്മാവ് പുതുവീഞ്ഞാണ്. 7ാമതായി അവസാനമായി പറയട്ടെ, ഈസ് ലൈക്ക് എ ക്ലൗഡ്. അവനൊരു സ്തോത്രം മഹത്വ മേഘമായി ഇറങ്ങുന്നവനാണ്. ഒരു മേഘമായി ഇറങ്ങുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. മഹത്വ മേഘമായി ഇറങ്ങുന്നവനാണ് പരിശുദ്ധ ആത്മാവ്. നമ്മൾ കൂടെ പാടാറുണ്ട്, അഗ്നിമേഘ തൂണുകളാൽ. യെസ്, ആ പാട്ടുകാരന് എങ്ങനെയാണ് ആ വരി ലഭിച്ചത്? പരിശുദ്ധാത്മാവ് പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ഇറങ്ങി. He was acting like a cloud. അവൻ്റെ ഒരു മേഘം പോലെയായിരിക്കും. ഇന്നും നിങ്ങളുടെ ഹൃദയ കണ്ണ് തുറക്കുന്നെങ്കിൽ അതേ അഗ്നി മേഘ തൂണുകൾ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ചുറ്റുമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. മേഘമായി കടന്നു വരുന്നവനാണ്. സോ 7 പ്രസംഗമാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ, കാറ്റിനെ പോലെ, വെള്ളത്തെ പോലെ, അല്ലെങ്കിൽ മഴയെ പോലെ, തീയായി, എണ്ണയായി, അതേ വീഞ്ഞായി, സ്തോത്രം മേഘമായി നിങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഇത് 7 അനുഭവങ്ങളാണ്. ഇത് 7 അനുഭവങ്ങളാണ്. 7 അനുഭവങ്ങളാണ്. സ്തോത്രം. വില്യം കേറി എന്ന ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു, ക്രിസ്ത്യാനിറ്റി ഈസ് ആൻ എക്സ്പീരിയൻസ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് 7 പോയിന്റ് കേട്ടു പോകുന്നതല്ല. ക്രിസ്തീയ ജീവിതം അനുഭവമാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൽ യേശുവിനെ അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. കേട്ടില്ല, പോയി. പരിശുദ്ധാത്മാവിൽ യേശുവിനെ അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പ്രസംഗം കേൾക്കുന്നതല്ല. പ്രസംഗം കേൾക്കാനാ വന്നിരിക്കുന്നത്? പാട്ട് പാടാനോ വന്നിരിക്കുന്നത്? നോ, ഇതൊന്നുമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പരിശുദ്ധ ആത്മാവിൽ യേശുവിനെ അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ, പ്രിയ കർത്താവേ, എല്ലാവരും പറ, പ്രിയ കർത്താവേ, പരിശുദ്ധാത്മാവിൽ യേശുവിനെ അനുഭവിപ്പാൻ കൃപ ചെയ്യണമേ. കേട്ടില്ല, ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ, പ്രിയ കർത്താവേ, പരിശുദ്ധാത്മാവിൽ യേശുവിനെ അനുഭവിപ്പാൻ കൃപ ചെയ്യണമേ. സോ യേശു കർത്താവിൽ നോക്കുമ്പോൾ സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയുന്നു, ദൈവത്തെ യഹോവയായ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ പറയുകയാണ്, എൻ്റെ ആത്മാവിനെ ഞാൻ അവൻ്റെ മേൽ വച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു തന്നാൽ സ്തോത്രം. ഇന്ന് ആശീർവാദം വരെ നമുക്ക് യേശുമായി ബന്ധത്തിൽ പറവാൻ തക്കണം കഴിയും. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു മേജർ പ്രോഫറ്റാണ് യെശയ്യാവ്. യെശയ്യാവ് യേശുവിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായി പ്രവചിക്കുകയുണ്ടായി. യേശു കർത്താവിൻ്റെ ജനനത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്നു യെശയ്യാവ്. യേശുവിൻ്റെ കന്യക ജനനത്തെക്കുറിച്ച് യെശയ്യാവ് പ്രവചിച്ചു. കന്യക ജനനത്തെക്കുറിച്ച് സ്തോത്രം പ്രവചിക്കുകയുണ്ടായി. കന്യക ഗർഭിണിയായി
ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേരിടും. യെശയ്യാ പ്രവചനം 7:14. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവചിച്ചവനാണ് യെശയ്യാവ്. യേശുവിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രവചിച്ചു. യേശു കർത്താവ് എങ്ങനെ വളരുമെന്ന്, എന്ത് ഭക്ഷിച്ച് വളരുമെന്ന് പ്രവചിച്ച ഒരേ ഒരു പ്രവാചകനാണ്, സ്തോത്രം, യെശയ്യാവ്. അതുപോലെ യേശു കർത്താവിൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് പ്രവചിച്ചവനാണ് യെശയ്യാവ്. ഏത് തരത്തിലുള്ള അഭിഷേകമാണ് അവൻ്റെ മേലെ ഇറങ്ങി വരുന്നത്? യെശയ്യാ 61. ഏത് തരത്തിലുള്ളതായ അഭിഷേകമാണ് യേശുവിന്മേൽ കടന്നു വരുന്നത്? എവണ്ണമാണ് പിതാവായ ദൈവമാണ് ശുശ്രൂഷയിൽ ശോഭിക്കുന്നത്? യെശയ്യാവ് സ്തോത്രം പ്രവചിക്കുകയുണ്ടായി. എങ്ങനെയാണ് അവൻ കാൽവരി ക്രൂശിനുമേൽ മരിക്കുന്നത്? ഈ മാസം മുഴുവൻ നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോകുന്നു. ചില ബൈബിൾ സ്റ്റഡികളിൽ ഇത് മുഴുവൻ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയുണ്ടായി. എങ്ങനെയാണ് അവൻ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്? യെശയ്യാ പ്രവചനം 53-ാം അധ്യായം വളരെ കൃത്യമായി യെശയ്യാ പ്രവചിക്കുകയുണ്ടായി. തീർന്നില്ല. യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച്, യേശു കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ കുറിച്ച്, യേശു കർത്താവിൻ്റെ സ്തോത്രം 1000 വർഷത്തെ സ്തോത്രം സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച്, യേശുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചൊക്കെ യെശയ്യാവ് പ്രവചിക്കുകയുണ്ടായി. 4 സുവിശേഷങ്ങളിൽ യേശുവിനെ കുറിച്ച് എങ്ങനെയാണോ സുവിശേഷകർ പറഞ്ഞിരിക്കുന്നത്, അതേപോലെ തന്നെ 700 വർഷങ്ങൾക്ക് മുമ്പ് BC 700-ൽ സ്തോത്രം യെശയ്യാവ് യേശുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് കൊണ്ടാണ് വേദപുസ്തക പണ്ഡിതന്മാർ മിക്കവാറും പേർ യെശയ്യാ പ്രവചനത്തെ യെശയ്യാവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടോ, മത്തായി സുവിശേഷം, മർക്കോസ് സുവിശേഷം, ലൂക്കോസ് സുവിശേഷം, യോഹന്നാൻ സുവിശേഷം എന്ന് പറയുന്നത് പോലെ യെശയ്യാവിൻ്റെ സുവിശേഷമെന്ന് സ്തോത്രം പഴയ നിയമത്തിലെ ഒരു പുസ്തകത്തെ വിളിക്കുന്നത് യേശുവിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് പ്രവാചകനാകുന്ന യെശയ്യാവ് പ്രവചിച്ചത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. അതെ, യെശയ്യാ പ്രവാചകൻ ഈ പ്രകാരം പറയുന്നു. പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്നു, ഇതാ ദൈവത്തിൻ്റെ ആത്മാവിനെ ആരുടെ മേൽ വെച്ചിരിക്കുന്നു? മെസ്സിഹായുടെ മേൽ വെച്ചിരിക്കുന്നു. തുടർന്ന് മെസ്സിയാകുന്ന യേശുവിലേക്ക് നോക്കുന്നതായ സമയത്ത് അവൻ്റെ 33 വർഷക്കാലത്തെ സ്തോത്രം ജീവിതത്തിൽ 9 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായ ചലനം നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ. പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിന് വച്ചപ്പോൾ പ്രധാനമായി ഏറ്റവും കുറഞ്ഞത് 9 പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ, അല്ലെങ്കിൽ 9 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ചലനം യേശു കർത്താവിൽ വെളിപ്പെടുകയുണ്ടായി. 9 പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ചലനം വളരെ വ്യക്തമായി വെളിപ്പെടുകയുണ്ടായി. അതുകൊണ്ടാണ് യേശു കർത്താവ് ലോക ചരിത്രം കണ്ട ഏറ്റവും വലിയ ജയിച്ച വ്യക്തിയായി തീർന്നത്. ലോകത്തിൽ യേശുവിനെ പോലെ ജയിച്ച വേറെ ആരുമില്ല. ലോകത്തെ യേശുവിനെ പോലെ ഉയർന്ന ആരുമില്ല. ലോകത്തിൽ യേശുവിനെ പോലെ സക്സസ് ആയ ആരുമില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ലിസൺ ടു മീ കെയർഫുള്ളി. ജീവിതത്തിൽ പരിശുദ്ധ ആത്മാവ് യേശുവിനുണ്ടായിരുന്നത് കൊണ്ട് അവനെ തോൽപ്പിപ്പാൻ ആർക്കും കഴിഞ്ഞില്ല, ഒന്നിനും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് പറയാ, തോക്കാൻ എനിക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പാട്ട് നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. സ്തോത്രം. എത്ര പേർ കേട്ടിട്ടുണ്ട് തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല? യെസ് എന്ന് പറഞ്ഞവർ തന്നെ തോറ്റിട്ടുണ്ട്. എന്നാൽ സ്തോത്രം, പരിശുദ്ധാത്മാവുള്ളവർ ഒരിക്കലും തോൽക്കുന്നില്ല. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്, ഞാൻ സുവിശേഷമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവുള്ള വീട്, പരിശുദ്ധാത്മാവുള്ള വ്യക്തി, പരിശുദ്ധാത്മാവുള്ള ദൈവ പൈതൽ, നോ വേ, ഒരിക്കലും അവൻ തോൽക്കത്തില്ല. നിങ്ങൾ ഒരിക്കലും തോൽക്കുന്നവരല്ല, നിങ്ങൾ ദൈവകൃപയാൽ ജയിക്കുന്നവരാണ്. നിങ്ങളുടെ പേരിന്റെ കൂടെ എഴുതുവാൻ BCom BSc BA ബാച്ചിലേഴ്സ് അല്ല സ്തോത്രം നിങ്ങൾ ജയിപ്പിക്കുന്നത്. മാസ്റ്റേഴ്സ് അല്ല നിങ്ങൾ ജയിപ്പിക്കുന്നത്. പണമല്ല നിങ്ങൾ ജയിപ്പിക്കുന്നത്. സ്വാധീനമല്ല ജയിപ്പിക്കുന്നത്. കുടുംബവും പാരമ്പര്യമല്ല നിങ്ങൾ ജയിപ്പിക്കുന്നത്. ഈ പുസ്തകം പറയുന്നു, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധ ആത്മാവാണ് നിങ്ങളെ ജയിപ്പിച്ചു നിർത്തുന്നത്. കൈയടിക്കാൻ നിങ്ങൾ നന്നായി കരങ്ങളടിച്ചേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് കർത്താവ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി പോകുന്നു. സോ യേശു കർത്താവിനെ മെസ്സിഹയാക്കി തീർത്ത് നിർത്തവൻ പരിശുദ്ധാത്മാവാണ്. തച്ചനെ സ്തോത്രം, തച്ചനെ അതേ മെസ്സിഹയാക്കി തീർത്തത് പരിശുദ്ധാത്മാവാണ്. ഗ്രീക്ക്, യഹൂദ, അതേ സ്തോത്രം, ബൈബിൾ പ്രത്യേകിച്ച് ഗ്രീക്കിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവ് തച്ചൻ, കർപ്പൻറ്റർ എന്നല്ല എഴുതിയിരിക്കുന്നത്. പകരം അവൻ ടെക്നോളജിസ്റ്റ്, സ്തോത്രം, ടെക്കി, അല്ലെങ്കിൽ അവന് സ്തോത്രം ടെക്നോളജിസ്റ്റ്, സാങ്കേതിക വിദ്യയിൽ നിപുണനായവൻ എന്നാണ് ഗ്രീക്കിൽ എഴുതിയിട്ടുള്ളത്.
സ്തോത്രം എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യാൻ കഴിയുമെന്ന്. കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അതിനെ കൊടുത്താൽ അത് എല്ലാറ്റിനും ഒരുമിച്ച് ചേർത്ത് ബനാന വാലേഹേ, സകലത്തിന് പണിയുന്നവനാണ്. ഹല്ലേലൂയ. സകലത്തിന് കൂട്ടിച്ചേർത്തവനും പണിയുന്നവനാണ്. ഇന്ന് പകൽക്കാലം ജീവിതം പൊട്ടി തകർന്ന തരിപ്പണമായി എന്ന് പറയുന്നെങ്കിൽ ആണിപ്പടുത്തുള്ള യേശുവിന്റെ കരത്തിൽ കൊടുത്താൽ മതി. തകർന്നു കിടക്കുന്ന സകലത്തിന് ഒരുമിച്ച് ചേർത്ത് അവൻ പണിത് മറ്റൊരു ലെവലിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിൽ ജീവിതത്തെ പണിതുയർത്തുന്നവനാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പത്രോസ് യേശുവിനെ അനുസരിച്ചത്. സ്തോത്രം. പത്രോസ് ഒരിക്കലും പറഞ്ഞല്ല നീ തച്ചനല്ലേ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ലേഷൻ അനുസരിച്ച് നീ ടെക്കിയല്ലേ, നീ സാങ്കേതിക വിദ്യ അറിയാമെന്നുള്ളവനല്ലേ, സാങ്കേതികത്വം ഉള്ളവനല്ലേ, ഈ വെള്ളത്തിനടിയിൽ കിടക്കുന്ന മീനിനെ കുറിച്ച് നിനക്കെന്തോ അറിയാം എന്ന് പറഞ്ഞ് പത്രോസ് സ്തോത്രം മനസ്സിൽ പിടിച്ച് ഇവിടെ ഇരിക്കുന്ന ചിലരെ പോലെ ഉഴപ്പിയിരുന്നില്ല. പകരം സ്തോത്രം പത്രോസ് പറഞ്ഞു. പത്രോസിന് മനസ്സിലായി ഇവനെല്ലാം അറിയാം, ഇവന് വെള്ളത്തിന് മുകളിൽ മാത്രമല്ല ഉള്ള കാര്യം അറിയുന്നത്, ഇവന് വെള്ളത്തിന് അടിയിലുള്ള കാര്യം അറിയാം. അതുകൊണ്ടാണ് പത്രോസ് വടം വലിക്കാതെ പറഞ്ഞത് നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കമാൺ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കരങ്ങൾ ഉയർത്തിയാണ്. അങ്ങനെയാണെങ്കിൽ നിറവാണ് കേട്ടോ, അങ്ങനെയാണ് നിറഞ്ഞ് കവിയും കേട്ടോ. അങ്ങനെയാണെങ്കിൽ വർഷങ്ങൾ നേടാൻ കഴിയാത്തത് ഒറ്റ ആഴ്ച കൊണ്ട് നിന്റെ ജീവിതത്തിൽ തരുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ മനസ്സിലായി വെള്ളത്തിന് മുകളിൽ കരയിൽ മാത്രമല്ല അവന് അധികാരമുള്ളത്, വെള്ളത്തിന് അടിയിൽ കടലിലും അധികാരമുണ്ട്. എക്സ്ക്യൂസ് മീ, അവന് വലയിൽ മാത്രമല്ല അധികാരമുള്ളത്, അവന് വലയിൽ മാത്രമല്ല പ്രാവണ്യമുള്ളത്. നിനക്ക് ടാക്സ് കൊടുക്കാൻ വകയില്ലല്ലോ. ഒരു ചൂണ്ടലെടുത്തിട്ട് പോ. അവൻ വലയിൽ മാത്രമല്ല അവൻ അധികാരമുള്ളത്, അവന് ചൂണ്ടലിലും അധികാരമുണ്ട്. Yes, hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ അതാണ് യേശു. തച്ചനായ യേശുവിനെ മെസ്സിയാക്കി തീർത്തവനാണ് പരിശുദ്ധ ആത്മാവ്. സോ യേശു കർത്താവിൽ നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 9 സ്ഥാനങ്ങളിൽ സ്തോത്രം കർത്താവിൽ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ചലനങ്ങൾക്ക് കാണുവാൻ കഴിയും. 1 എന്ന് പറഞ്ഞാൽ ദൈവം, 2 എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ, 3 എന്ന് പറഞ്ഞാൽ ഐക്യത, 4 എന്ന് പറഞ്ഞാൽ സൃഷ്ടി, 5 എന്ന് പറഞ്ഞാൽ ദൈവകൃപ, 6 എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ മാൻ, 7 എന്ന് പറഞ്ഞാൽ സ്തോത്രം അതെ പൂർണ്ണത, 8 എന്ന് പറഞ്ഞാൽ പുതിയ തുടക്കം, 9 എന്ന് പറഞ്ഞാൽ നിറവ്. സ്തോത്രം. ഒരിക്കൽ കൂടെ. 1 എന്ന് പറഞ്ഞാൽ ദൈവം, 2 എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ, 3 എന്ന് പറഞ്ഞാൽ ഐക്യത, 4 എന്ന് പറഞ്ഞാൽ സൃഷ്ടി, 5 എന്ന് പറഞ്ഞാൽ ദൈവകൃപ, 6 എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, 7 എന്ന് പറഞ്ഞാൽ പൂർണ്ണത, 8 എന്ന് പറഞ്ഞാൽ പുതിയ തുടക്കം, 9 എന്ന് പറഞ്ഞാൽ നിറവ്. ശബ്ദം ഉയർത്തി പറഞ്ഞേ നിറവ്. ഒരിക്കൽ കൂടെ. ഒഴിവല്ല, നിറവ്. ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരറ്റം പോലും ഒരു കോണ് പോലും ഒഴിഞ്ഞല്ല കിടക്കുന്നത്. അവന്റെ സാന്നിധ്യത്താൽ ദൈവം നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. എഫേസ്യർ 1:23 പറയുന്നു തന്റെ നിറവിനാൽ സകലത്തിനും തന്റെ നിറവിനാൽ നിറയ്ക്കുന്നവനാണ് ദൈവം. ഹലോ, സകലത്തിലും തന്റെ നിറവിനാൽ നിറയ്ക്കുന്നവനാണ് ദൈവം. നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ ദൈവത്തിന്റെ നിറവാണ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ദൈവത്തിന്റെ നിറവാണ്, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ ദൈവത്തിന്റെ നിറവാണ്, നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവത്തിന്റെ നിറവാണ്, നിങ്ങളുമായി ബന്ധപ്പെട്ട സകല ഏരിയകളിൽ ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെടുന്നു എങ്കിൽ, ഇന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വെളിപ്പെടുന്നെങ്കിൽ അവിടെ സക്സസ് ആയിരിക്കും. ഏതോ ഉന്നതനായ പ്രൊഫസറിന്റെ ട്യൂഷൻ അല്ല ഞാൻ പറഞ്ഞത്, ഏതോ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തള്ളലും താങ്ങലുമല്ല ഞാൻ പറയുന്നത്. പകരം പരിശുദ്ധാത്മാവ് എവിടെയാണോ കഠിനമെന്ന് പറയുന്നത്, എവിടെയാണോ സ്തോത്രം ഒരു സ്പെഷ്യൽ ടച്ച് ആവശ്യമെന്ന് പറയുന്നത്, എവിടെയാണോ ഞാൻ വീക്കെന്ന് പറയുന്നത്, ആ സ്ഥാനത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെട്ടാൽ ഏറ്റവും സ്ട്രോങ് ആയി വെളിപ്പെടുന്നത് അതായിരിക്കും. ഹല്ലേലൂയ. എവിടെയാണ് ഞാൻ ആവർത്തിച്ച് പറയട്ടെ അവസാന സെന്റൻസ്, എവിടെയാണോ ഞാൻ വീക്ക് എന്ന് പറയുന്നത്, മക്കളെ ഞാൻ നോക്കി എല്ലാ വിദ്യാർത്ഥികളും നോക്ക്, ഏത് സബ്ജക്റ്റിലാണോ ഏറ്റവും വീക്ക് എന്ന് പറയുന്നത്, ഐ പ്രൊഫസൈ ഓവർ യു, നിനക്കൊരു സർപ്രൈസ് ആയി ഏറ്റവും സ്ട്രോങ് ആക്കി ദൈവം അതിനെ തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
സ്തോത്രം. കാരണം ദൈവത്തിന്റെ നിറവ് നിനക്ക് ആവശ്യം. സോ യേശുവിൽ വെളിപ്പെട്ടതായ പരിശുദ്ധാത്മാവിന്റെ 9 സ്പർശനം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കുമ്പോൾ, മത്തായി 1:18 വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. സ്തോത്രം. എന്നാൽ യേശുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. ഞാൻ വായിക്കുന്ന മത്തായി 1:18. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിപ്പിക്കട്ടെ ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. She was found with a child of the Holy Spirit. He is conceived by the Holy Spirit. പരിശുദ്ധ ആത്മാവിനാൽ അവൻ ഗർഭിണിയായി. സോ യേശുവിന്റെ ജനനം ഒരു സാധാരണ ജനനമല്ല. യേശുവിന്റെ ജനന കന്യകാ ജനനമായിരുന്നു. സ്തോത്രം. പുരുഷനെ അറിയാത്ത ഒരു സ്ത്രീ ഇതാ സ്തോത്രം അതേ യേശുവിനെ, പുരുഷനെ അറിയാത്തതായ മറിയ യേശുവിനെ ഗർഭം ധരിച്ചു. എങ്ങനെ? പരിശുദ്ധ ആത്മാവിനാൽ. യെശയ്യാപ്രവചനം 7:14, മത്തായി 1:22. ആ പ്രവചനം അങ്ങനെ തന്നെ നിറവേറി. നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടെ പറഞ്ഞേ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ഒരിക്കൽ കൂടെ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. സഹോദരി സഹോദരന്മാരെ, മാനവ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല. മാനവ ചരിത്രത്തിൽ ഒരാൾ അങ്ങനെ ജനിച്ചിട്ടില്ല. ഇപ്പോൾ ജനിക്കുന്നില്ല, ഇനി ജനിപ്പാൻ പോകുന്നതുമില്ല. മാനവ ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ യേശുവിന്റെ ജനനം വ്യത്യാസമായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ മേൽ കടന്നു വന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ ജനനം പ്രാപിച്ചു. സ്തോത്രം. ഞാൻ ഇങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും ജനനമുണ്ടായതും എക്സാക്ട്ലി സെയിം ലെവലിലാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരാളിനെ വീണ്ടും ജനനത്തിലേക്ക് നടത്തുവാൻ തക്കൊണ്ട് കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ, ആരും മിണ്ടുന്നില്ല. പരിശുദ്ധാത്മാവിനാൽ മാത്രമേ വീണ്ടും ജനനത്തിലേക്ക് നടത്താൻ കഴിയത്തുള്ളൂ. എൻ്റെ അടുക്കളയ്ക്ക് അമ്മമാർ പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുവന്ന്, അയ്യോ ദേവദാസിനെ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിച്ച് തരണം എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് ശരിയാക്കി തരണം. നമ്മെ കൊണ്ട് പറ്റത്തില്ല. സ്തോത്രം. ഒരു ദേവദാസിനും ആരെയും ശരിയാക്കാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാവരെയും ഒറ്റ സെക്കൻഡ് കൊണ്ട് ശരിയാക്കാൻ കഴിയുള്ളൂ. ഒരുവനുണ്ട്, അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആരെയും ശരിയാക്കുവാൻ കഴിവുള്ളത് ദൈവമാണ്. അബ്രാമിനെ അബ്രഹാമാക്കിയവൻ, സാറായിയെ സാറയാക്കിയവൻ, യാക്കോബിനെ ഇസ്രായേലാക്കിയവൻ, എബേസിനെ തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനാക്കിയവൻ. പൊട്ടിയത്, പൊളിഞ്ഞത്, തകർന്നത്, പരാജയപ്പെട്ടത്, ബുദ്ധിയില്ലാത്തത്, പഠിക്കാത്തത്, സ്കൂളിൽ പോകാത്തത്, അന്വേഷണം ഇല്ലാത്തത്, ഡ്രഗ്സിൽ കിടക്കുന്നത്, ആൽക്കഹോളിൽ കിടക്കുന്നത്, അതേ സ്തോത്രം, പോലീസ് കേസിൽ കുടുങ്ങിക്കിടക്കുന്നത്, പൂജപ്പുര ജയിലിൽ കിടക്കുന്നത്, ആർക്കും വേണ്ടാത്ത എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് അവനിൽ പരിവർത്തിക്കട്ടെ, അവളിൽ പരിവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇറങ്ങിയാൽ നിശ്ചയമായി അവിടെ സ്തോത്രം ജീവിതങ്ങളിൽ രൂപാന്തരപ്പെടുക. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് സ്തോത്രം ചാൾസ് ഫിന്നി. മനുഷ്യ ശരീരത്തിൽ, അല്ലെങ്കിൽ മനുഷ്യ സ്തോത്രം ചരിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ എന്നെപ്പോലെ നിങ്ങളെപ്പോലെ ജീവനോടെ ഇരുന്നതായ ഒരു ദൈവത്തിൻ്റെ ദാസന് ചുമപ്പാൻ കഴിയാവുന്നതായ ഏറ്റവും വലിയ പരിശുദ്ധാത്മാവിൻ്റെ അളവുകളിൽ ചുമന്നതായ ഒരു വ്യക്തിയായിരുന്നു ചാൾസ് ഫിന്നി. ദൈവപുത്രനായ യേശു നമുക്കറിയാം, ഓഫ്കോഴ്സ് വ്യത്യസ്തനാണ്. പൗലോസിനെ പോലെ അല്ലെങ്കിൽ തത്തുല്യമായി ദൈവസാന്നിധ്യം ചുമന്ന നടന്ന വ്യക്തിയായിരുന്നു ചാൾസ് ഫിന്നി. സ്തോത്രം. എന്താ സംഭവിച്ചത്? അദ്ദേഹം ഒരു ദിവസം ഒരു പട്ടണത്തിൽ വേറൊരു പട്ടണത്തിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ട്രെയിൻ ഇതാ ഒരു സ്റ്റേഷൻ നിൽക്കുന്നു. 100 കണക്കിന് ആൾക്കാർ നിലത്ത് വീണു. ഇന്ന് പകൽ നിങ്ങൾ എല്ലാവരും വീണോളണം എന്നൊന്നും പറയാനല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നിങ്ങൾ ദൈവാത്മാവിൽ വീഴുന്നെങ്കിൽ വീഴുന്നത് പോലെയല്ല നിങ്ങൾ എഴുന്നേൽക്കുന്നത്. ദൈവാത്മാവിലാണ് വീഴുന്നതെങ്കിൽ വീഴുന്നത് പോലെയല്ല എഴുന്നേൽക്കുന്നത്. ആഴമായ പാപബോധത്തിൽ ആ ജനം എഴുന്നേറ്റു. അത് നോക്കുമ്പോൾ ചാൾസ് ഫിന്നി ഇതാ ട്രെയിനിലിരിക്കുകയാണ്. 2 സ്തോത്രം ഫാക്ടറി ഉദ്യോഗസ്ഥരാകുന്ന അല്ലെങ്കിൽ ഫാക്ടറി തൊഴിലാളികൾ 2 വിഭാഗമായി തീർന്ന് തകർന്ന് തരിപ്പണമാക്കാൻ കാത്തിരിക്കുക. ഭയങ്കര ലഹള നടക്കാൻ പോവാ. ഇതൊന്നും അറിയാതെ ചാൾസ് ഫിന്നി അതുവഴി നടന്നു പോയി. പെട്ടെന്ന് ആ 2 കൂട്ടർ മുട്ടിന്മേൽ സ്തോത്രം നിലമ്പാട് വീണ് പാപബോധത്തിൽ നയിക്കപ്പെട്ട് ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. എങ്ങനെ സംഭവിച്ചത്? പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ആ വ്യക്തി ചുമക്കുകയാണ്. ചാൾസ് ഫിന്നി ചുമക്കുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇതുപോലെ ധാരാളം പറവാൻ തക്കോണം കഴിയും. ഒരു ഗ്രാമത്തിൽ താൻ സ്തോത്രം സന്ധ്യ കഴിഞ്ഞപ്പോൾ, രാത്രിയായപ്പോൾ കുതിരപ്പുറത്ത് വന്നെത്തി. കുതിരപ്പുറത്ത് അദ്ദേഹം വന്നപ്പോൾ ആ ഗ്രാമത്തിൽ മുഴുവൻ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന 3000 പേരുടെ മേൽ പാപബോധം കടന്നു വന്ന
പാപബോധം കടന്നു വന്നു. സോ ചാൾസ് ഫിന്നി, D.L. മൂഡി, സ്തോത്രം, അതെ, ജോൺ വെസ്ലി, എത്രയെത്ര ദൈവദാസന്മാർ എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ആ വ്യക്തികൾക്കല്ല മഹത്വം, ആ വ്യക്തികളെ ദൈവം ഉപയോഗിച്ചു. ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ബ്രദർ സുരേഷ് ബാബുവിന് മാത്രം ഇത് നടക്കുമെന്നല്ല, ഇന്ന് പകൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരിലൂടെ ഇത് നടക്കണം, നടന്ന് തന്നെയാകണം. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് ചലിക്കുമ്പോൾ സ്തോത്രം വീണ്ടും ജനന അനുഭവം ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവാണ് ജനത്തെ ദൈവകൃപയിലേക്ക് ആകർഷിക്കുന്നത്. യോഹന്നാൻ 16:7 പറയുന്നു, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും രക്ഷിക്കപ്പെടാതെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും തലതിരിഞ്ഞ് ജീവിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഭവനത്തിൽ ആരെങ്കിലും ട്രാക്ക് തെറ്റി ലോകത്തിന്റെ ക്രമത്തിലാണെങ്കിൽ പ്രാർത്ഥിച്ചോ. പ്രാർത്ഥന നിന്ന് പകല് പ്രാർത്ഥിച്ചോ. പറയേണ്ടവരോട് പറ. അവനോട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ വടമലിച്ചിട്ട് മനസ്സിൽ പിടിച്ചിട്ട് കാര്യമില്ല. പറയേണ്ടവരോട് നിങ്ങൾ പറയുമ്പോൾ അവൻ അവരോട് പറയും. ഒരിക്കൽ കൂടെ, പറയേണ്ടവനോട് നിങ്ങൾ പറയുമ്പോൾ അവൻ അവരോട് പറയും. നിങ്ങളെ പിള്ളേർ ഒരു പക്ഷേ പിന്മാറ്റത്തിലായിരിക്കാം, ലോകമയത്തിലായിരിക്കാം. അവനോട് നിങ്ങൾ വഴക്ക് പറഞ്ഞ് വഴക്കുണ്ടാക്കി നിങ്ങളിലുള്ള ദൈവകൃപ നഷ്ടപ്പെടുത്തല്ലേ. സ്തോത്രം. പകരം സഭ പ്രാർത്ഥിക്കുകയായിരുന്നു. ശൗൽ കൊടുങ്കാറ്റ് പോലെ കുതിരപ്പുറത്ത് വരിക. സഭ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സഭ ദൈവത്തോട് പറഞ്ഞപ്പോ ദൈവം ശൗലിനോട് പറഞ്ഞു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറയേണ്ടവനോട് പറയാം. പെട്ടെന്ന് പറഞ്ഞേ. പറയേണ്ടവനോട് പറയാം. അല്ലാതെ മറ്റവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. വർഷങ്ങൾ പറഞ്ഞിട്ടിരിക്കുകയല്ലേ, അവർ കേൾക്കത്തില്ല. നമ്മുടെ ദൈവകൃപ നഷ്ടപ്പെടുമെന്നല്ലാതെ, നമ്മുടെ എനർജി നഷ്ടപ്പെടുമെന്നല്ലാതെ. എന്നാൽ പറയേണ്ടവനോട് നീ പറയുമ്പോൾ അവൻ പറയേണ്ടതുപോലെ പറഞ്ഞോളൂ. അവൻ പറയേണ്ടതുപോലെ പറഞ്ഞാൽ ശൗലുകൾ പോലീസുമാരായി രൂപാന്തരപ്പെടും, ഉപദ്രവികൾ അപ്പോസ്തലന്മാരായി തീരും. ഉള്ള സഭ പൊളിക്കുമെന്ന് പറയുന്നവർ സഭ പണിയുന്നവരായി തീരും. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കട്ടെ. തല തിരിഞ്ഞിരിക്കുന്നത്, അനുസരണയില്ലാത്തത്, പിന്മാറ്റത്തിൽ കിടക്കുന്നതെല്ലാം എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നെക്കാൾ ശക്തന്മാരായ ദൈവദാസന്മാരായി തീരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് മറിയയുടെ മേൽ കടന്നു വന്നപ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായി തീർന്നു. യേശു കർത്താവിന്റെ ജനനം പരിശുദ്ധാത്മാവിലായിരുന്നു. ലൂക്കോസ് 2:40 നിങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് 2:40 വായിക്കുമ്പോൾ രണ്ടാമത്തെ ജംഗ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ലൂക്കോസ് 2:40 വായിക്കുമ്പോൾ, സ്തോത്രം, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. 2:40 ആദ്യ ഭാഗം പൈതൽ വളർന്നു, അല്ലെങ്കിൽ യേശു വളർന്നു. താനെ അങ്ങ് വളർന്നു എന്ന് എനിക്ക് പറയാൻ തോന്നുന്നില്ല. പകരം ദൈവം അവനെ വളർത്തിയതാണ്. നമുക്കങ്ങനെ താനെ വളരാൻ പറ്റുമോ? പ്രസംഗത്തിൽ വളർന്നു, അല്ലെങ്കിൽ ശുശ്രൂഷയിൽ വളർന്നു? നോ. നമുക്ക് ഹ്യൂമൻ എഫർട്ടിൽ അത് ചെയ്യാൻ പറ്റില്ല. വളരെ മനസ്സിലാക്കുക. ഹ്യൂമൻ എഫർട്ടിൽ നടത്തില്ല. ദൈവം വളർത്തുകയാണ്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. അടുത്ത വാക്യം, വളരുമാറാക്കുന്ന ദൈവം. വലത് കരങ്ങൾ ഉയർത്തി ആരാ പറഞ്ഞാട്ടെ? വളരുമാറാക്കുന്ന. ഒരിക്കൽ കൂടെ, വളരുമാറാക്കുന്ന ദൈവം. അപ്പൊ ദൈവമാണ് നമ്മെ വളർത്തിയത്. യേശുവിന്റെ കാര്യത്തിലും അങ്ങനെയായിരുന്നു. പിതാവായ ദൈവമാണ് അവൻ നശിക്കാതെ വണ്ണം അവനെ വളർത്തിയത്. എന്താ പറഞ്ഞ നശിക്കാതെയോ? അതെങ്ങനെയാണ്? യെസ്, അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. അവിടെ ഒരു ഹെരോദാവ് ഉണ്ടായിരുന്നു. ഹെരോദ രാജാവ്, സ്തോത്രം, ഭയങ്കര കസേര കൊതിയനാ. ഹെരോദാവ് പദവി എന്ന് പറഞ്ഞാൽ അവന് വലിയൊരു ഹരമാണ്. പദവി എന്ന് പറഞ്ഞാൽ ഭയങ്കര അഡിക്റ്റാ. കൈ ഉയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. സ്തോത്രം. അപ്പോൾ ഹെരോദാവിന് പദവി എന്ന് പറഞ്ഞാൽ, അധികാരം എന്ന് പറഞ്ഞാൽ, സിംഹാസനം എന്ന് ഭയങ്കര ഭ്രമമാണ്. ഈ സീറ്റ് എൻ്റെതാ, ഞാൻ ആർക്കും കൊടുക്കത്തില്ല എന്നാരാണ്ട് ചിന്തിക്കുന്നത് പോലെ. എന്തൊരു ശാന്തത നോക്ക്. ഈ സ്ഥാനം എൻ്റെതാണ്, വേറെ ആർക്ക് ചത്തു മാറിയാലും ഞാൻ കൊടുക്കത്തില്ല എന്നാരാണ്ട് ചിന്തിക്കുന്ന പോലെ ഹെരോദാവ് സ്വന്തം സിംഹാസനത്തിന് വേണ്ടി ഇതുപോലെ പദവി കൊതിച്ച ഒരുത്തൻ ഉണ്ടായിരുന്നില്ല. ചിലർക്ക് അധികാരം എന്ന് പറയുന്നത് ഭയങ്കര ഹരമാണ്, അല്ലേ? നമ്മൾ പേപ്പറിലൊക്കെ ഈ ദിവസം
വായിക്കാറുണ്ട്. എത്രയോ വർഷങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികൾ അധികാര കസേരകൾ തൂങ്ങി ഈ ഇടുക്കിയിലുള്ളതായ കൊളയട്ട പോലെ, അട്ട എന്ന് പറയുന്ന നിങ്ങൾക്കറിയോ, അതിനിങ്ങനെ ഊറ്റി ആൾക്കാരുടെ സ്തോത്രം രക്തമൂറ്റുന്നത് പോലെ അതേ പലത് ഊറ്റിയിരിക്കുന്ന പല വ്യക്തികൾ. സോ ഇതായിരുന്നു ഹെരോദാവ്. ആ കസേരയ്ക്ക് വേണ്ടി സ്വന്തം സഹോദരന്മാരെ ഒത്തിരി പേരെ കൊന്നു. എന്തിനേറെ പറയുന്നു, സ്വന്തം മക്കളെ തന്നെ ഹെരോദാവ് കൊന്നു. ആ ഹെരോദാവിൻ്റെ അടുക്കലേക്കാണ് ഒരു ദിവസം വഴിതെറ്റി വന്ന വിദ്വാൻമാർ വന്നു ചോദിച്ച, യഹൂദന്മാരുടെ രാജാവ് എവിടെ? കുറുന്തോട്ടിക്ക് വാദം പിടിക്കത്തില്ലയോടോ, ചങ്ങലയ്ക്ക് ഭ്രാന്ത് വരത്തില്ലയോടോ, ഹെരോദാവിന് ദേഷ്യം വരത്തില്ലയോ? ഹെരോദാവ് എന്ത് ചെയ്തു? ആ ദേശത്തുള്ളതായ നൂറുകണക്കിന് കുട്ടികളെ കൊന്നുകളഞ്ഞു. പക്ഷെ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും എത്ര ഹെരോദാക്കന്മാർ സ്തോത്രം ദേശം വാണാല്, എത്ര വാളുകൾ കടന്നു വന്നാല്, എത്ര വെല്ലുവിളികൾ വന്നാലും ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളത് സ്തോത്രം ദൈവകൃപയാൽ പറഞ്ഞു പോകാതെ നിലനിൽക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറ, ഞാൻ നിന്നതല്ല, എന്നെ നിർത്തിയതാണ്. ഒരിക്കൽ കൂടെ, ഞാൻ നിന്നതല്ല, എന്നെ നിർത്തിയതാണ്. ഒരിക്കൽ കൂടെ, മൂന്നാമതൊരിക്കൽ കൂടെ പറ. യെസ്, ദൈവം നിന്നെ നിർത്തി. എന്തിനാ ദൈവം നിന്നെ നിർത്തിയെന്നറിയോ? നിനക്ക് പുട്ടടിക്കാനല്ല, നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. സോ പൈതൽ വളർന്നു, സ്തോത്രം. കാരണം ഈ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ് എക്സാമ്പിൾ കൂടെ ഞാൻ പറയട്ടെ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ ബെന്യാസ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഇന്ന് അതിൻ്റെ പേര് ബെന്യാസ് എന്നാണ്. വേദപുസ്തക നാളിൽ അന്ന് അതിൻ്റെ പേര് ദക്കപ്പുലി നാട് എന്നാണ്, അല്ലെങ്കിൽ ഗദരദേശത്ത് ഞാൻ പോയിട്ടുണ്ട്. സ്തോത്രം. അവിടെ നിന്ന് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഗലീലക്കടലിൻ്റെ കിഴക്കേ ഭാഗം. അവിടെ കടന്നു പോകുമ്പോൾ കിഴ്ക്കാൻ തുക്കായ മലയാണ്. മല, ആ മല കീഴ്ക്കാന്തുക്കായ, സ്തോത്രം 80 ഡിഗ്രി 90 ഡിഗ്രി സ്ലോപ്പാണ്. അതിൻ്റെ മുകളിലൂടെയാണ് 6000 ഭൂതമുള്ളതായ ഭൂതഗ്രസൻ ഓടിച്ചാടി നടന്നത്. എൻ്റെ കർത്താവേ, അവൻ്റെ കാലല്പം തെറ്റിയിരുന്നെങ്കിൽ അവൻ നിലത്ത് വീണ് പപ്പടപ്പൊടിയായനെ. നൂറുകണക്കിനല്ല, മേ ബി ആയിരക്കണക്കിന് ദിവസങ്ങളിൽ ആ കീഴ്ക്കാന്തുക്കായ മലയിലൂടെ അവൻ നടന്നു പോകുമ്പോൾ അവൻ്റെ കാല് തെറ്റിക്കാണും, ബാലൻസ് പോയി കാണും. പക്ഷെ പുള്ളി നിലത്ത് വീഴാൻ ദൈവം സമ്മതിച്ചില്ല. സ്തോത്രം. കാരണം ആ 10 പട്ടണങ്ങളിൽ സുവിശേഷം പ്രഖ്യാപിക്കേണ്ട ഒരു പ്രത്യേക നിയോഗം അവനെ കുറിച്ചുണ്ടായിരുന്നു. ഇന്ന് പകൽ ആരോടോ പരിശുദ്ധാത്മാ പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ആ ബൈക്ക് തെന്നിയിട്ടും, അനർത്ഥങ്ങൾ വന്നിട്ടും, രോഗങ്ങൾ വന്നിട്ടും, പ്രതിസന്ധി വന്നിട്ടും, ഓപ്പറേഷൻ വന്നിട്ടും നീ തുലഞ്ഞു പോകാതിരുന്നത് നിനക്കൊരു ശുശ്രൂഷയുള്ളത് കൊണ്ടാണ്. യെസ്, നിനക്കൊരു ശുശ്രൂഷയുള്ളത് കൊണ്ടാണ്. നിന്റെ ഭാവിയിൽ നിന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ്. നീ ദൈവത്തിന്റെ ദൂതുവാഹിയാണ്. നീ ദൈവത്തിന്റെ ദൂതുവാഹിയാണ്. ക്യാപിറ്റൽ ലെറ്റർ എഴുതിയെടുക്ക്. നീ ദൈവത്തിന്റെ ദൂതുവാഹിയാണോ? നീ മെസ്സഞ്ചർ ആണോ? മെസ്സേജ് ചുമക്കുന്ന ദൈവത്തിന്റെ മെസ്സഞ്ചർ ആണെങ്കിൽ നിന്നെ തുലയ്ക്കുവാൻ ആർക്കും കഴിയില്ല. രോഗങ്ങൾക്ക് കഴിയത്തില്ല, അനർത്ഥങ്ങൾക്ക് കഴിയത്തില്ല, അപകടങ്ങൾക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് പൈതൽ വളർന്നു. വളർത്തത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ഹെരോദാവന്റെ മുൻപിൽ, സ്തോത്രം, അതേ ആ രാജ്യത്ത് പൈതല്യത വളരുകയാണ്. വേദപുസ്തകം പറയുന്നു, സ്തോത്രമൻ ജനിച്ചത് ബേത്ലഹേമിൽ, വളർന്നത് നാസറേത്തിൽ. സ്തോത്രം. അതെ, അർത്ഥം പ്രതികൂലമായിരിക്കാം, പ്രതിസന്ധിയായിരിക്കാം, പക്ഷെ അതിൻ്റെ നടുവിലും ജനം വളരുക തന്നെ ചെയ്യും. പീഡിപ്പിപ്പാൻ അപ്പുറത്തൊരു ഫറവോനുണ്ട്, നശിപ്പിപ്പാൻ ഒരു ഫറവോനുണ്ട്. പക്ഷെ ഏത് ഫറവോൻ, ഏത് കൊട്ടാരത്തിൽ നിന്ന് ഏത് മോശയ്ക്കെതിരെ നിയമമുണ്ടാക്കിയോ, 40 വർഷം അതേ കൊട്ടാരത്തിൽ മോശ വളർന്നു. മനസ്സിലായോ? എവിടെയാണോ വെല്ലുവിളി എന്ന് നിങ്ങൾ കാണുന്നത്, ആ വെല്ലുവിളിയുടെ നടുവിൽ നിങ്ങൾ പതറാതെ വളരുവാൻ വേണ്ടി പോകുന്നു. Again, ബൈബിൾ പറയുന്നു, അവരെ പീഡിപ്പിക്കുന്തോറും ജനം വർദ്ധിച്ചു വന്നു. ഇസ്രായേലിന്റെ ചരിത്രം, അവരെ പീഡിപ്പിക്കുന്തോറും അവർ വർദ്ധിപ്പിച്ചു വന്നു. സ്തോത്രം. പീഡ ഉള്ളപ്പോൾ തന്നെ, വെല്ലുവിളി ഉള്ളപ്പോൾ തന്നെ ദൈവകൃപയാൽ നീ ചുരുങ്ങാനല്ല പോകുന്നത്, പകരം നിങ്ങൾ വളരുവാൻ വേണ്ടി പോകുന്നു. ഹല്ലേലൂയ.
സഭാചരിത്രം അതാണ്. എവിടെയാണോ അധികം പീഡ ദൈവസഭയ്ക്ക് വരുന്നത്, എവിടെയാണോ അധികം പീഡ ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നത്, അതിന്റെ നടുവിൽ സ്തോത്രം അവർ വളരുവാൻ വേണ്ടി പോകുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. മീനിങ് സ്തോത്രം പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവാണ് നിങ്ങളെ വളർത്തുന്നത്, പരിശുദ്ധാത്മാവാണ് നിങ്ങളെ വളർത്തുന്നതെങ്കിൽ നിങ്ങളുടെ വളർച്ച ഒരിക്കലും നാച്ചുറൽ ആയിരിക്കത്തില്ല. പരിശുദ്ധാത്മാവാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ സൂപ്പർ നാച്ചുറലി നിങ്ങൾ വളരുവാൻ പോകുന്നു. സൂപ്പർ നാച്ചുറലി നിങ്ങൾ വളരുവാൻ പോകുന്നു. സ്തോത്രം. ബ്രദർ സുരേഷ് ബാബുവിന്റെ ഒരു മാസ്റ്റർ മെസ്സേജ് ഞാൻ പറയട്ടെ. സ്തോത്രം. നിങ്ങളുടെ വളർച്ച നാച്ചുറൽ അല്ല, പരിശുദ്ധാത്മാവുള്ളവന്റെ വളർച്ച സ്തോത്രം സൂപ്പർ നാച്ചുറൽ ആണ്. അഹരോന്റെ വടി വളർന്നത് പോലെ. അഹരോന്റെ വടി മണ്ണിലല്ല. അഹരോന്റെ വടിക്ക് ആരും വളമിട്ടില്ല, ആരും വെള്ളമൊടിച്ചില്ല, സൂര്യപ്രകാശമില്ല, പരിപാലിക്കാൻ ഒരു ഗാർഡനർ വന്നില്ല. അഹരോന്റെ വടിയെ വെട്ടി ഉണങ്ങിയ കമ്പിനെ കൊണ്ടുവന്ന് ആ പെട്ടകത്തിന് മുൻപിൽ, സാക്ഷി കൂടാരത്തിന് മുൻപിൽ വെച്ചപ്പോ അത് തളർത്തു, അത് പൂത്തു, അത് ഫലം കായ്ച്ചു. ഇൻ ജീസസ് നെയിം. ആരും വേണ്ട, ഒന്നും വേണ്ട. പരിശുദ്ധാത്മാവുണ്ടോ, നീ വളരുന്നവനാണ്, വളരുന്നവളാണ്. Come on. ആർക്കും വേണ്ടേ? ആരും വേണ്ട, ഒന്നും വേണ്ട. മണ്ണിലല്ലാതെ നാളുകൾക്ക് മുമ്പ് ബദാം വൃക്ഷത്തിൽ നിന്ന് അതിന് വെട്ടിയെടുത്തത്, ഒത്തിരി വർഷമായി വെട്ടിയെടുത്തിട്ട് സ്തോത്രം അത് ഉണങ്ങിയ കമ്പ് അത് മണ്ണിലല്ല വെച്ചത്. ആരും വളവിട ഉണ്ടായിരുന്നില്ല, ആരും വെള്ളമൊടിക്കാൻ ഉണ്ടായിരുന്നില്ല. അയ്യോ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മറ്റവർ സഹായിച്ചെങ്കിൽ ഇവരെ താങ്ങിയെങ്കിൽ വെറും ചുമ്മാതാ. യേശുവിൻ്റെ നാമത്തിൽ അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ മഹത്വം അവർക്ക് പോയേനെ. എന്നാൽ എൻ്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കുന്നവനല്ല. എന്നാൽ അതേ സമയത്ത് ശത്രുവിന്റെ പാളയത്തിൽ ഒരു അമ്പരപ്പുണ്ടാകാൻ പോവാ. നിന്നെ നോക്കി ശത്രു അമ്പരക്കാൻ പോവാ. നിന്നെ നോക്കി ശത്രു അതിശയിക്കാൻ പോവാ. അതിശയകരമായ ഒരു ഗ്രോത്ത് വേണമെന്നുള്ളത് ഏറ്റെടുക്ക. അതിശയകരമായ ഒരു വളർച്ച, അത്ഭുതകരമായ ഒരു സ്പിരിച്വൽ ഗ്രോത്ത്. മുപ്പത് സെക്കൻഡ് കൂടെ അധരങ്ങളെ തുറന്ന് ജനം ആരാധിക്ക്. യേശുവിൻ നാമത്തിൽ ഒരു പ്രൊഫറ്റിക് ഡിക്ലറേഷൻ ഞാൻ ചെയ്യട്ടെ, ഒരു പ്രവചന പ്രഖ്യാപനം ഞാൻ നടത്തട്ടെ. ഇത് നിന്റെ പ്രകൃത്യാതീത വളർച്ചയുടെ സീസണാണ്. ആരാധനയിൽ, സ്തുതിയിൽ നീ വളരുവാൻ പോകുന്നു. പ്രവചന അഭിഷേകത്തിൽ നീ വളരാൻ പോകുന്നു. ദൈവിക വെളിപ്പാട് നീ വളരാൻ പോകുന്നു. ദൈവ ശബ്ദത്തിന്റെ ക്ലാരിറ്റി കേട്ട് നീ വളരാൻ പോകുന്നു. വചന വെളിപ്പാട് നീ വളരാൻ പോകുന്നു. രോഗശാന്തി നീ വളരാൻ പോകുന്നു. ഖമാൻ കൃപയിലും കൃപാവരങ്ങളും നീ വളരാൻ പോകുന്നു. 4 പേരെ തൊട്ട് പറയും, ഇത് നിങ്ങളുടെ വളർച്ചയുടെ സീസൺ. പെട്ടെന്ന് പറഞ്ഞേ. ഓ ഖമാൻ, ഹല്ലേലൂയ. ആരാ വാച്ചുണ്ടാക്കി? എല്ലാം നിൽക്കട്ടെ. നമ്പർ 3, മൂന്നാമത് സ്തോത്രം. എൻ്റെ ജീവിതം നോക്ക്. ഇൻ ഹിസ് കോൺസെക്രേഷൻ, ഇൻ ഹിസ് ഹോളിനെസ്, ഇൻ ഹിസ് പേഴ്സണൽ ലൈഫ് ഈസ് വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. മൂന്നാമതായി സ്തോത്രം, എൻ്റെ നടപ്പ് മുഴുവൻ ആത്മാവിൻ്റെ നടപ്പായിരുന്നു. യേശു കർത്താവ് നടന്നത് തോന്നിയതുപോലെയല്ല. തോന്നിയതുപോലെ നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിക്കോ. ഇത് അവസാന വാണിങ്. ഗലാത്യർ 5:14 പറയുന്നു, സ്തോത്രം ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ജഡത്തിന്റെ പ്രവൃത്തിയെ നിങ്ങൾ നിവർത്തിക്കുകയില്ല. അവൻ ജനിച്ചത് ആത്മാവിൽ, അവൻ വളർന്നത് ആത്മാവിൽ, അവൻ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പും ആത്മാവിലാണ്. ഓ കേട്ടില്ല, ഒരിക്കൽ കൂടെ. ലൈഫിന്റെ ഓരോ സ്റ്റെപ്പും ആത്മാവിലാണ്. ആത്മാവിൽ അല്ലെങ്കിൽ ആ കാല് വഴുതിപ്പോകും. എന്നാൽ എന്റെ കാല് വഴുതുവാൻ അവനെ സമ്മതിക്കുകയില്ല. വഴുതാതെ നടക്കണമെന്ന് പറയുന്നവർ ആമേൻ പറഞ്ഞാട്ടെ.
യെസ്, 4:1, ലൂക്കോസ് 4:1. സ്തോത്രം. എന്നാൽ യേശു അതെ പരിശുദ്ധാത്മ നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവന്റെ മരുഭൂമിയിലേക്ക് നടത്തി. നമ്പർ 3, ആത്മാവ് അവന്റെ മരുഭൂമിയിലേക്ക് നടത്തി. പുരുഷാരമില്ല, ഇവിടെ ശിഷ്യന്മാരില്ല, ഒറ്റയ്ക്കാണ്. യോർദാന്റെ കരയിൽ വെച്ച് ആത്മാവിൽ നിറഞ്ഞിട്ട് ആത്മാവ് അവന്റെ മരുഭൂമിയിൽ നടത്തി. വേറെ ആര് നടത്തിയാലും സ്തോത്രം തകർച്ചയിലേക്കായിരിക്കും നടത്തുന്നത്. മനുഷ്യൻ നടത്തുന്നോ തകർച്ചയിലേക്കാണ് നടത്തുന്നത്. അങ്ങേതിലെ അങ്കിളും ഇങ്ങേതിലെ അളിയനും നിന്നെ നടത്തുന്നത് തകർച്ചയിലേക്ക്. സ്തോത്രം. മനുഷ്യൻ നിന്നെ നടത്തുന്നത് തകർച്ചയിലേക്ക്. ഞാൻ തെളിയിക്കാം. എന്നാൽ ആത്മാവ് നിന്നെ നടത്തുന്നത് ഗ്ലോറി. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. അതുകൊണ്ട് ചൊവ്വായി തോന്നുന്നത് എനിക്കെങ്ങനെ തോന്നി, എനിക്കെങ്ങനെ തോന്നി, എനിക്കെങ്ങനെ തോന്നി. നിർത്തിക്കോ. ബുദ്ധികളെ ഓഫ് ചെയ്യും, തോന്നലുകൾ ഓഫ് ചെയ്യും, പ്രേരണകളെ ഓൺ ചെയ്യും. പ്രേരണകളെ ഓൺ ചെയ്യും, തോന്നലുകൾ ഓഫ് ചെയ്യും. തോന്നൽ ബുദ്ധിയിൽ നിന്ന്, പ്രേരണ ആത്മാവിൽ നിന്ന്. ആത്മാവിൽ നടന്നാട്ടെ. പാരമ്പര്യം പറയുന്നത്, ബന്ധുക്കൾ പറയുന്നത്, സുഹൃത്തുക്കൾ പറയുന്നത് പോലെ അല്ല നീ നടക്കേണ്ടത്. ദൈവശബ്ദം കേട്ട് ദൈവാത്മാവിൽ നടന്നാട്ടെ. അവൻ ആത്മാവിൽ ഇതാ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. ഇല്ലാതെ മനുഷ്യൻ നടത്തുമോ? യേശു കർത്താവിനെ തന്നെ മനുഷ്യൻ നടത്തിയ ഒരു സന്ദർഭം ഉണ്ടായി. മനുഷ്യൻ യേശുവിനെ നടത്തിയ ഒരു സന്ദർഭം ഉണ്ടായി. ഉറങ്ങിയിരുന്ന എല്ലാവരും കണ്ണു പറഞ്ഞു, ഓഹോ യേശുവിനെ മനുഷ്യൻ നടത്തിയോ? യെസ്, ഹല്ലേലൂയ. മനുഷ്യർ നടത്തിയതുപോലെ നീ നടക്കാതിരിക്കേണ്ടതിന് വേണ്ടി ഗദശമന തോട്ടത്തിന് വന്ന് ഇതാ ചേവകർ, ടെമ്പിൾ പോലീസ് യേശുവിനെ അറസ്റ്റ് ചെയ്തു. ടെമ്പിൾ പോലീസ് ചേവകർ യേശുവിനെ അറസ്റ്റ് ചെയ്തിട്ട് കയ്യഫാവിൻ്റെ അന്നാവിൻ്റെ വീട്ടിലേക്ക്, ഒന്നാമതായി അന്നാവിൻ്റെ വീട്ടിലേക്ക് അവർ നടത്തി. എന്നിട്ട് കയ്യഫാവിൻ്റെ വീട്ടിലേക്ക് നടത്തി. കയ്യഫാവിന്റെ വീട്ടിൽ സൻഹദരീൻ സംഘത്തിലേക്ക് നടത്തി. സൻഹദരീൻ സംഘത്തിൽ നിന്ന് സ്തോത്ര പീലാത്തോസിന്റെ അരമനയിലേക്ക് നടത്തി. പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് ഹെരോദാവിന്റെ അടുക്കലേക്ക് നടത്തി. ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് വീണ്ടും പീലാത്തോസിന്റെ അരമനയിലേക്ക് നടത്തി. ഏകദേശം 7 മണിക്കൂർ, 5 കോടതി, 6 വിസ്താരം. സ്തോത്രം. ഒരു സെക്കൻഡ് മെസ്സേജ് പറയാൻ സ്തോത്രം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറയുമായിരുന്നു. 7 മണിക്കൂർ, അതെ, 5 കോടതി, 6 വിസ്താരം. സ്തോത്രം. മനുഷ്യർ യേശുവിനെ നടത്തുകയാണ്. മനുഷ്യർ നടത്തിയതായ ഒരു സെഗ്മെന്റ് ആയിരുന്നു അധ്യായം. ഏർലി മോർണിംഗ്. സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ വ്യാഴാഴ്ച അർദ്ധരാത്രി മനുഷ്യർ യേശുവിനെ നടത്തുകയാണ്. മനുഷ്യർ എങ്ങോട്ട് നടത്തി? മനുഷ്യർ നടത്തിയത് ഉപദ്രവത്തിലേക്ക് നടത്തി. അതിൻ്റെ താടി രോമങ്ങളെല്ലാം വലിച്ചു പിടിച്ചു ഉപദ്രവത്തിലേക്ക് നടത്തി. മനുഷ്യർ തുപ്പലിലേക്ക് നടത്തി. പടയാളികൾ ആ കൊച്ചുവെളുപ്പങ്കാലം അതേ കാർക്കിച്ചവനെ തുപ്പി മനുഷ്യൻ തുപ്പലിലേക്ക് നടത്തി. മനുഷ്യൻ ചാട്ടവാറടിയിലേക്ക് നടത്തി. മനുഷ്യൻ സ്തോത്രം കയ്യഫാവിന്റെ ഡെഞ്ചലിലേക്ക് നടത്തി. മനുഷ്യൻ സ്തോത്രം അതേ അവനെ ക്രൂശിലേക്ക് നടത്തി. മനുഷ്യൻ തകർച്ചയിലേക്ക് നടത്തി. അബദ്ധം പറ്റല്ല. യേശുവിന്റെ നാമത്തിൽ മനുഷ്യർ നിന്നെ നടത്തല്ല. ഇന്ന് പകൽക്കാലം എല്ലാ മാനുഷിക ആലോചനകൾ വിഫലമാകട്ടെ. ദൈവാത്മാവിൽ നടന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ നടക്കുന്ന ചെറിയൊരു കാര്യം പോലും ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചനയിലായിരിക്കട്ടെ. എല്ലാ വിവാഹങ്ങളും ദൈവാലോചനയിലായിരിക്കട്ടെ. എല്ലാ അഡ്മിഷൻ ദൈവാലോചനയിലായിരിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ എല്ലാ സ്റ്റെപ്പും ദൈവത്തിന്റെ ആലോചനയിലായിരിക്കട്ടെ. എൻ്റെ മക്കളെല്ലാം എന്നെ നോക്കിയേ, എല്ലാം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കട്ടെ. 10,000-കണക്കിനല്ല, കോടിക്കണക്കിന് ജ്യോതിർഗോളങ്ങൾ മൈക്രോ മില്ലിമീറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ വണ്ണം പ്രകൃതിയും പ്രപഞ്ചത്തെയും ദൈവം സംരക്ഷിക്കുന്നു എങ്കിൽ തകർച്ചകളില്ലാതെ, നിലവിളികളില്ലാതെ, അപകടങ്ങളില്ലാതെ, അബദ്ധങ്ങളില്ലാതെ ദൈവം തന്നെ ജനത്തെ പരിപാലിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ജയത്തിൽ നിന്ന് ജയത്തിലേക്ക് ഞങ്ങൾ നടത്തണമേ. ഹല്ലേലൂയ. മരുഭൂമിയിൽ പരീക്ഷണങ്ങളുണ്ട്. മരുഭൂമി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ടെംപ്റ്റേഷൻ ആൻഡ് ടെസ്റ്റിംഗ്. മരുഭൂമി എന്ന് പറയുന്നത് പ്രലോഭനങ്ങളുടെ സ്ഥലങ്ങളാണ്. സ്തോത്രം. 40 വർഷം മരുഭൂമിയിൽ ചിലർ നടന്നിട്ടും രക്ഷപ്പെട്ടില്ല. 40 വർഷം നടന്നു, പക്ഷെ മരുഭൂമിയിൽ പെട്ടുപോയി. ഇസ്രായേൽ 40 വർഷം കൊണ്ട് മരുഭൂമിയിൽ തോറ്റു. 40 വർഷം കൊണ്ട് മരുഭൂമിയിൽ ഇസ്രായേൽ തോറ്റു, പക്ഷെ 40 ദിവസം കൊണ്ട് യേശു ജയിച്ചു. ഹലോ, മറ്റുള്ളവർ തോറ്റെടുത്ത് ജയിക്കണമെങ്കിൽ ആത്മാവിൽ നടക്കണം. ഓ, പോയി 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 പോയി. മറ്റുള്ളവർ തോറ്റെടുത്ത് ജയിപ്പാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. നിന്റെ ബന്ധുക്കൾ തോറ്റെടുത്ത് നിനക്കൊരു ജയമുണ്ടെന്ന്,
നിന്റെ കൂടെ പഠിച്ചവർ തോറ്റെടുത്ത ജയമുണ്ട്. നിനക്ക് മുൻപായി കടന്നുപോയ പലർ തോറ്റെടുത്ത് നിനക്കൊരു അത്ഭുത ജയമുണ്ട്. അതിനായി ആത്മാവിൽ നടന്നാട്ടെ, ആത്മാവിൽ നടന്നാട്ടെ, ആത്മാവിൽ നടന്നാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, മറ്റുള്ളവർ തോറ്റെടുത്ത് നമ്മൾ ജയിക്കണം. പെട്ടെന്ന് പറഞ്ഞേ, മറ്റുള്ളവർ തോറ്റെടുത്ത് നമ്മൾ ജയിക്കണം. ഇട്ടുകൊടുക്കല്ല, ലൈഫ് ഇട്ടുകൊടുക്കല്ല. ഓ, അവരെ പോലെ നമുക്ക് ജീവിക്കാം, അവർ തെറ്റിയതുപോലെ നമുക്കും തെറ്റാം. നോ വേ ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ഈ ബൈബിൾ കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചിട്ട് പറയണം, അവിടെ എല്ലായിടത്തും എനിക്ക് ജയിക്കണം. വ്യക്തിയായി, കുടുംബമായി, സഭയായി എനിക്ക് ജയിക്കണം. എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് ജയിച്ചേ പറ്റത്തുള്ളൂ, ജയിച്ചേ പറ്റത്തുള്ളൂ കർത്താവേ. അതുകൊണ്ട് എൻ്റെ കരങ്ങളെ അവിടുന്ന് ഏറ്റെടുക്കണമേ, എൻ്റെ കാലുകളെ ഏറ്റെടുക്കണമേ, എൻ്റെ കണ്ണുകളെ ഏറ്റെടുക്കണമേ, എൻ്റെ ചിന്തകളെ ഏറ്റെടുക്കണമേ, എൻ്റെ രഹസ്യ പരസ്യ ജീവിതത്തെ ഏറ്റെടുക്കണമേ. മറ്റുള്ളവർ തോൽക്കുന്നിടത്ത് ഞാൻ ജയിക്കട്ടെ. ജഡപ്രകാരമല്ല, ഞാൻ ആത്മാവിൽ നടക്കട്ടെ. ഹല്ലേലൂയ. അവൻ ജനിച്ചത്, അവൻ വളർന്നത്, അവൻ നടന്നത് ആത്മാവിലായിരുന്നു. ഇനി നോക്കി അവൻ്റെ ശുശ്രൂഷ നോക്കിയാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 10:38 എല്ലാവർക്കും കാണാതെ അറിയാം. അപ്പോസ്തലപ്രവൃത്തി 10:38 പിതാവായ ദൈവം നസ്രേന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. സോ ദാറ്റ് മീൻസ് അവന്റെ മേൽ കടന്നു വന്നതായ അഭിഷേകം, യേശു കർത്താവിന്റെ മേൽ പിതാവായി ദൈവം നൽകിയതായ അഭിഷേകം, അതൊരു ശക്തിയുടെ അഭിഷേകമായിരുന്നു. അതൊരു ശക്തിയുടെ അഭിഷേകം. നിങ്ങൾ എല്ലാവരും മിക്കവാറും 75% നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഞാൻ ഈ പോയിന്റിൽ പറയാൻ വേണ്ടി പോകുന്നത്, യേശു കർത്താവ് ആത്മാവിന്റെ നിറവോടെയാണ് മരുഭൂമിയിൽ പ്രവേശിച്ചത്, അല്ലേ? ആണല്ലോ. യേശു ആത്മാവിൽ നിറഞ്ഞവനാൽ യോർദാൻ വിട്ട് മടങ്ങി മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. ലൂക്കോസ് 4:1 ഞാൻ പറയുന്നത്. മരുഭൂമിയിൽ പ്രവേശിച്ചത് ആത്മാവിൻ്റെ നിറവിലാണ്. ബാക്കിയുള്ളവർ കേട്ടിട്ടുള്ളതാ, ബോറടിക്കുന്നു ബ്രദർ എന്നതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. സ്തോത്രം. അതെ, ലൂക്കോസ് 4:1 വായിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞവനായി അവൻ മരുഭൂമിയിൽ പ്രവേശിച്ചു. ആത്മാവിൽ നിറഞ്ഞവനായി അവൻ മരുഭൂമിയിൽ പ്രവേശിച്ചു. പക്ഷെ കേൾക്കണം, ആത്മാവിൽ നിറഞ്ഞവനായി മരുഭൂമിയിൽ പ്രവേശിച്ചത് പോലെയല്ല അവൻ മരുഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങിയത്. മരുഭൂമി നല്ലൊരു സ്ഥലമല്ല, മരുഭൂമി നല്ല ചൂടാണ്. മരുഭൂമി അർദ്ധരാത്രികളിൽ കൊടിയ തണുപ്പാണ്, ഉച്ച സമയത്ത് ഭയങ്കര ചൂടാണ്. രണ്ട് എക്സ്ട്രീമാണ് മരുഭൂമിക്കുള്ളത്. സ്തോത്രം. അത് പ്രശ്ന സങ്കീർണമാണ് മരുഭൂമി. ഏതായാലും പ്രശ്നങ്ങളിൽ കയറിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, കയറിയത് പോലെയല്ല നിങ്ങൾ ഇറങ്ങാൻ പോകുന്നത്. പ്രോബ്ലംസിൽ, കലാമിറ്റിയിൽ നിങ്ങൾ കയറിയത് പോലെയല്ല നിങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. വിത്ത് പ്രൊമോഷൻ, ഒരു ഉയർച്ചയോടെ നിങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി പോകുന്നു. കാരണം ആത്മാവ് നിറവിൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി സ്തോത്രം മരുഭൂമിയിൽ പ്രവേശിച്ച യേശു, ലൂക്കോസ് 4:14 പറയുന്നു, ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. ആത്മാവിന്റെ നിറവിൽ മരുഭൂമിയിൽ കയറി ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയ്ക്ക് മടങ്ങി. സോ കയറിയത് ആത്മാവിന്റെ നിറവോടെയാണ്, ഇറങ്ങിയത് ആത്മാവിന്റെ ശക്തിയോടെയാണ്. ഒരിക്കൽ കൂടെ, കയറിയത് ആത്മാവിന്റെ നിറവോടെയാണ്, പക്ഷെ ഇറങ്ങിയത് അതുവരെ ആർക്കുമില്ലാത്ത ആത്മാവിന്റെ ശക്തിയോടെ ഇറങ്ങി വന്ന്. ഹല്ലേലൂയ. എന്തെങ്കിലും പ്രോബ്ലംസിൽ വ്യക്തിയായി കുടുംബമായി കയറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറുന്ന പോലെയല്ല, ഇൻ ജീസസ് നെയിം ഒരു അപ്ഗ്രഡേഷനോടെ നിങ്ങൾ പുറത്തിറങ്ങും. ഹല്ലേലൂയ. വേദപുസ്തകം പ്രശ്നങ്ങളിൽ ഇട്ട് പൂട്ടുന്ന പുസ്തകമല്ല, അത് പുറത്തെടുക്കുന്ന പുസ്തകമാണ്. അപ്ഗ്രഡേഷനോടെ നിങ്ങൾ പുറത്തു വരിക. വീണ്ടും വേദപുസ്തകം പറയുന്നത്, ആസ് എ ഡ്രീമർ, സ്വപ്നം കാണുന്നവനായി യോസേഫ് കാരാഗൃഹത്തിൽ കയറി. പറ, എങ്ങനെ പുറത്തിറങ്ങി? സ്വപ്നം വ്യാഖ്യാനിക്കുന്നവന്. ഓ, നിങ്ങൾക്കെല്ലാം അറിയാം, പിന്നെ എന്തിനാ ഞാൻ വന്നേ? അടുത്ത ആഴ്ച വേറെ ആരെങ്കിലും പ്രസംഗിക്കും, ഇവർക്കെല്ലാം അറിയാം. സ്തോത്രം. നോക്ക്, സ്വപ്നം കാണുന്നവനായി യോസേഫ് കാരാഗൃഹത്തിൽ കയറി, പക്ഷെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവനായി പുറത്തു വന്നു. നീ പ്രോബ്ലംസിനകത്ത് കിടക്കുമ്പോൾ നിന്റെ പുറത്തെ മനുഷ്യൻ ജയിലിലാണ്, പക്ഷെ അകത്തെ മനുഷ്യനിൽ പുറത്ത് പല ഞെരുക്കങ്ങളും വെല്ലുവിളി ഉള്ളപ്പോൾ തന്നെ നീ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, അകത്ത് ഭയങ്കര ഒരു പണി നടക്കുന്നുണ്ട്, ഒരു അപ്ഗ്രഡേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ആ ജയിലിൽ, ആ മരുഭൂമിയിൽ, ആ പ്രോബ്ലത്തിൽ നീ തുലഞ്ഞു പോകത്തില്ല. പകരം ആൾ മാറിയവരായി ദൈവകൃപയാൽ പുറത്തു വരിക.
പുറത്ത് വര്. രണ്ടുപേര് തൊട്ട് പറ, നമ്മൾ പുറത്ത് വര്, നമ്മൾ പുറത്ത് വരും. മൂത്തോക്കി പറ, നമ്മൾ പുറത്ത് വരും. കള്ളന്മാരും കള്ളികളും മൂത്ത് നോക്കത്തില്ല. ഉറങ്ങിയിരിക്കുന്ന ആൻറ്റിമാരെല്ലാം തട്ടി എണീപ്പിച്ച് പറ, ആൻറ്റി പേക്കിനാവ് കാണല്ലേ, നമ്മളെല്ലാം പുറത്ത് വരും, നമ്മളെല്ലാം പുറത്ത് വരും, നമ്മളെല്ലാം പുറത്ത് വരും. കാരണം ഇതെല്ലാവരും പുറത്തെടുത്ത പുസ്തകമാണ്. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു. അബ്രഹാം മെസൊപ്പൊത്താമിയിൽ നിന്ന് പുറത്തു വന്നു. ഇസഹാക്ക് ക്ഷാമത്തിൽ നിന്ന് പുറത്തു വന്നു. യാക്കോബ് ലാബാന്റെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. യോസഫ് ജയിലിൽ നിന്ന് പുറത്തു വന്നു. മോശ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്നു. ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നു. യോശുവ യോർദാനിൽ നിന്ന് പുറത്തു വന്നു. ദാവീദ് മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നു. ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു വന്നു. ഇസ്രായേൽ ബാബിലോണിൽ നിന്ന് പുറത്തു വന്നു. പത്രോസ് ജയിലിൽ നിന്ന് പുറത്തു വന്നു. പൗലോസ് കപ്പൽ ഛേദത്തിൽ നിന്ന് പുറത്തു വന്നു. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിന്ന് പുറത്തു വന്നു. ഇത് കേട്ടിട്ടൊന്നും തോന്നുന്നില്ലെങ്കിൽ യേശു കർത്താവ് കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. Yes, yes, yes. Come on, come on. പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ക്ഷാമങ്ങളെ തകർത്ത്, ബന്ധനങ്ങളെ തകർത്ത്, വെല്ലുവിളികളെ തകർത്ത്, പ്രതിസന്ധികളെ തകർത്ത്, കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിക്ക്. യേശുവിന്റെ നാമത്തിൽ ജനം പുറത്തു വരട്ടെ. പിതാവായ ദൈവം അവന് നൽകിയതായ അഭിഷേകത്തിൽ നടന്നത് കൊണ്ട് ആ മരുഭൂമിയിൽ അവൻ പുറത്തു വന്നു. അപ്പൊ മനസ്സിലായി, നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചെതല് പിടിക്കുന്ന നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ല നിന്നെ പുറത്തെടുക്കുന്നത് അഭിഷേകമാണ്. Depend on the Holy Spirit. Depend on the Holy Spirit. In the name of Jesus. എപ്പോഴും അന്യഭാഷയാണ്. വീട്ടിൽ അന്യഭാഷയാണ്. ലിവിംഗ് റൂമിൽ, അടുക്കളയിൽ, ബാത്റൂമിൽ, സൈക്കിളിൽ, സ്കൂട്ടറിൽ എപ്പോഴും അന്യഭാഷയാണ്. കാറിൽ അന്യഭാഷയാണ്. കാരണം പ്രോബ്ലത്തിൽ നിന്ന് നിന്നെ പുറത്തെടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. പ്രൊമോഷനോടെ നിന്നെ പുറത്തെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ വെല്ലുവിളികളുടെ നടുവിൽ നിന്നെ പുറത്തെടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാക്കുന്ന ആമേൻ പറഞ്ഞു മക്കളെ. യേശുവിന്റെ നാമത്തിൽ താക്കോൽ കിട്ടിയേ. കുനിഞ്ഞു നോക്കിയപ്പോഴല്ല, താക്കോൽ നിവർന്നു നോക്കിയപ്പോൾ ഇന്ന് പകൽക്കാലം അനേക വർഷങ്ങളായി, തലമുറകളായി പൂട്ടിയിട്ട പഴയ പൂട്ടുകളെ തകർത്ത് പുറത്തിറങ്ങുന്ന താക്കോൽ കിട്ടിയേ. പ്രമോഷനോടെ കരങ്ങളെ അടിച്ച് ജനിച്ചത്, വളർന്നത്, സ്തോത്രമൻ നടന്നത്, അവന്റെ മേൽ കടന്നു വന്നതായ അഭിഷേകം, ഇതെല്ലാം സ്തോത്രം അതെ ആത്മാവിന്റെ നിറവിലുണ്ടായിരുന്നു. നമ്പർ 5, അഞ്ചാമതായി ഞാൻ പറയട്ടെ. അഞ്ചാമതായി സ്തോത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ശുശ്രൂഷയിൽ വെളിപ്പെട്ടത് ആത്മാവിൻ്റെ സാന്നിധ്യമായിരുന്നു. ലൂക്കോസ് 24:19 എമൗസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാരോട് യേശു കർത്താവ് കൂടെ നടക്കുകയാണ്. സ്തോത്രം അതെ ആ 7 നാഴിക കൊണ്ട് പഴയ നിയമം മുഴുവൻ കർത്താവ് സ്തോത്രം പറഞ്ഞു കൊടുത്തു. ഏതെന്ന് ചോദിച്ചപ്പോൾ അവർ ഇപ്രകാരം പറയുകയാണ്. ഏതെന്ന് ചോദിച്ചതിന് അവനവരോട് ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ വാക്കിലും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നാസറേനായ യേശു. അതാണ് യേശുവിൻ്റെ ശുശ്രൂഷ. പവർ ഓഫ് ദ സ്പിരിറ്റ്. അവൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്നത് പവർ ഓഫ് ദ സ്പിരിറ്റ്. പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്താണ്? പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ. ദേശത്തൊരു പ്രവാചകൻ ഉണ്ടെങ്കിൽ പ്രവൃത്തിയിലും അവന് ശക്തി ഉണ്ടായിരിക്കും, വാക്കിലും ശക്തി ഉണ്ടായിരിക്കും. പവർ ഇൻ ദ വേർഡ് ആൻഡ് പവർ ഇൻ ദ ഡീഡ്. പവർ ഇൻ ദ വേർഡ് ആൻഡ് പവർ ഇൻ ദ ഡീഡ്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. സ്തോത്രം അതെ. അടുത്ത ദിവസങ്ങൾ നമ്മൾ കേൾക്കുക. യെശയ്യാ 53 വായിക്കുമ്പോൾ പ്രവാചകന്റെ ശബ്ദം യേശുവിനെ കുറിച്ചുള്ള ശബ്ദമാണ്. പ്രവാചകൻ പറയുന്ന അവളുടെ ചുരിദാറിൻ്റെ നിറവും പാസ്പോർട്ടിൻ്റെ കളറും കാറിൻ്റെ ഒരു ടയർ പൊട്ടിയതും സ്തോത്രം വലത്തേക്ക് തിരിയുമ്പോൾ പുളിമരവും ഇടത്തേക്ക് തിരിയുമ്പോൾ അമ്മാമ്മയുടെ വീടുമല്ല. പ്രവാചകൻ വാ തുറന്നാൽ പറയുന്നത് എൻ്റെ പ്രവാചകൻ പറയുന്നത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രവാചകൻ പറയുന്നത് കേട്ടോളണം, യേശുവിനെ കുറിച്ച് പറയുന്നതാണ് പ്രവാചകന്റെ ശബ്ദം. അല്ല നാട്ടിലെ കൊച്ചു വർത്താനം പറയുന്നവനല്ല പ്രവാചകൻ.
സ്തോത്രം. അതെ, പ്രവാചകന്റെ ശബ്ദം യേശുവിന്റെ ശബ്ദമാണ്. യേശുവിനെ കുറിച്ച് പറയുന്നവനാ പ്രവാചകൻ. കേട്ടവർ ആമേൻ പറഞ്ഞാട്. സ്തോത്രം. സോ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. വർഷങ്ങൾക്കും 1992 എന്നാ എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 93. സ്തോത്രം. വലിയവനെ യോനാച്ചൻ എന്ന പേരുള്ള വലിയൊരു പ്രവാചകൻ. സ്തോത്രം. അതെ, കേരളത്തിൽ പത്തനംതിട്ട ജില്ലയിൽ വാര്യാപുരം എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ പോകുമായിരുന്നു. മിക്കവാറും ഞാൻ ലീവിന് വരുമ്പോൾ ചൊവ്വാഴ്ച പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ചൊവ്വാഴ്ച പോയി പ്രാർത്ഥിക്കുമ്പോൾ കടലിൻ്റെ തിരമാല ഇങ്ങനെ ഉയർന്നു താഴുന്ന പോലെ, കടലിൻ്റെ തിരമാല ഉയർന്നു താഴുന്നത് പോലെ ആരാധനയുടെ വിവിധ അന്യഭാഷയുടെ വിവിധ റേഞ്ചിൽ ആ ദൈവദാസന്മാർ ഇങ്ങനെ ഇരുന്ന് ആരാധിക്കണം. അമ്മേസ്. ഇന്ന് അതൊന്നും കേൾക്കാനില്ല. പണ്ടുണ്ടായിരുന്നു, ഇന്ന് മ്യൂസിയത്തായിപ്പോയി എന്നതുപോലെ ആയിപ്പോയി. എല്ലാം തിരിച്ചു പിടിക്കണം. കേട്ടവരെല്ലാമേയും പറഞ്ഞ യെസ്, എല്ലാം തിരിച്ചു പിടിക്കണം. സോ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൂതൊക്കെ എടുത്ത് ആ ദേവദാസനിക്ക് പെട്ടെന്ന് പുള്ളി കരങ്ങളടിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി, മാരിയപ്പ മാരിയമ്മ. ഞാൻ വിചാരിച്ചാ മാരിയപ്പ, ഇത് കേരളത്തിലെ ഭൂതമല്ലല്ലോ, ഇത് തമിഴ്നാട്ടിലെ ഭൂതമാണ്. എന്തിനാ അദ്ദേഹം ഇതിനെ ശാസിക്കുന്നത്? എന്തിനാ ഇത് ശാസിക്കുന്നത്? യു വോണ്ട് ബിലീവ്, ഒരു 3 മിനിറ്റ് ആയില്ല അതിന് മുമ്പ്, ഒരു 3 മിനിറ്റിന് മുൻപ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു അപ്പനും അമ്മയും 2 പിള്ളേരും പ്രാർത്ഥിക്കാൻ വന്ന് മുട്ടുപടക്കി. എന്തോ മനസ്സിലായി? തമിഴ്നാട്ടിൽ നിന്ന് ആ കുടുംബ ക്യാമ്പസിൽ കാല് ചവിട്ടിയപ്പോൾ തന്നെ അന്ധകാര ശക്തിയെ ആ ദേവദാസൻ വെട്ടുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകൻ. യേശു കർത്താവിന്റെ അടുക്കലേക്ക് സ്തോത്രം ജനം കടന്നു വന്നപ്പോൾ അവർ അനുഭവിച്ചത് പ്രവൃത്തിയിലും ശക്തി ഉണ്ടായിരുന്നു, വാക്കിലും ശക്തി ഉണ്ടായിരുന്നു. പ്രവൃത്തിയിലും ശക്തി ഉണ്ടായിരുന്നു, വാക്കിലും ശക്തി ഉണ്ടായിരുന്നു. വാക്കിലെ ശക്തിയിൽ ആകാശത്തെയും ഭൂമിയെയും കുറിച്ച് അവൻ പ്രവചിച്ചു, ഗ്രാമങ്ങളെ കുറിച്ച് പ്രവചിച്ചു, വ്യക്തികളെ കുറിച്ച് പ്രവചിച്ചു. സ്തോത്രം. യേശുവിന്റെ വാക്കിൽ ശക്തിയുണ്ട്. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽക്കാലം പെട്ടെന്ന് ഞാൻ പറയട്ടെ, വ്യക്തികളെയും കുടുംബങ്ങളെയും ദേശങ്ങളെയും സംഘടനയെയും കുറിച്ച് പ്രവചിക്ക്. കടന്നു വരുന്ന ഇലക്ഷനെ നോക്കി പ്രവചിക്ക്, ലോക രാജ്യങ്ങളെ നോക്കി പ്രവചിക്ക്. കമോൺ, യേശുവിന്റെ നാമത്തിൽ അസ്ഥിത്താഴ്വരകളിൽ ചലനങ്ങൾ ഉണ്ടാകട്ടെ. യെസ്, ദൈവത്തിന്റെ ദൂതകളാൽ ദൈവം നിങ്ങൾ നിറയ്ക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ശതാധിപൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നു. 20 കിലോമീറ്റർ അകലെ കിടന്നതായ ശതാധിപന്റെ ദാസനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇപ്പോൾ സ്തോത്രം, ഇപ്പോൾ യേശു കർത്താവ് ആ ശതാധിപന്റെ ദാസനെ നോക്കി ഈ നേരത്തേക്ക് എന്ന് പറയുമ്പോൾ തന്നെ 22 കിലോമീറ്റർ അകലെ കിടന്നതായ ദാസൻ സൗഖ്യമായി. കനാന്യ സ്ത്രീയുടെ മകൾ വന്നിട്ടില്ല, അവള് വീട്ടിൽ കിടക്കുക. കനാന്യ സ്ത്രീയുടെ മകൾ വീട്ടിൽ കിടക്കുക. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, ആ നാഴികയിൽ തന്നെ ഭൂതം അവളിൽ നിന്ന് വിട്ടുമാറി. ഞാൻ കഥ പറയാനല്ല വന്നത്. ഈ മാർച്ച് മാസം 10-ാം തീയതി എത്ര കിലോമീറ്റർ അകലെ നിന്റെ വീട്ടിൽ നിന്ന് വന്നെങ്കിലും ഇന്ന് പകൽക്കാലം നിന്റെ ഭവനങ്ങളിൽ വിടുതലുകൾ നടക്കട്ടെ. നിന്റെ ഭവനത്തിൽ സൗഖ്യം സംഭവിക്കട്ടെ. നിന്റെ ഭവനത്തിലായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. യേശുവിന്റെ ശുശ്രൂഷയിൽ വാക്കിലും ശക്തി ഉണ്ടായിരുന്നു, പ്രവൃത്തിയിലും ശക്തി ഉണ്ടായിരുന്നു. യേശു കർത്താവിന്റെ ശുശ്രൂഷയിൽ വാക്കിലും ശക്തിയുണ്ട്, പ്രവൃത്തിയിലും ശക്തിയുണ്ട്. നേരമില്ല, അവൻ ജനിച്ചതാത്മാവിൽ, വളർന്നതാത്മാവിൽ, അവൻ നടന്നതാത്മാവിൽ, അവൻ ശുശ്രൂഷിച്ച് അവൻ അഭിഷേകത്തിൽ നിറഞ്ഞത് ദൈവത്തിന്റെ സ്പെഷ്യൽ ആത്മാവിൽ. സ്തോത്രമൻ ശുശ്രൂഷിച്ചത് ദൈവത്തിന്റെ ആത്മാവിൽ. നമ്പർ 6, അവന്റെ ക്രൂശീകരണത്തിലും എബ്രായർ 9:14 പറയുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനം ഉണ്ടായിരുന്നു. സ്തോത്രം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. എബ്രായ 9:14 പറയുന്നു, ജഡീക ശുദ്ധി വളർത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം. എങ്ങനെയാ അവൻ അർപ്പിച്ചത്? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. ശബ്ദമുയർത്തി എല്ലാവരും ആ പദം ഒന്ന് വായിച്ചേ. നിത്യാത്മാവിനാൽ. കേട്ടില്ല? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ചു. സ്തോത്രം. യേശു കർത്താവ് ക്രൂശിൽ പരമയാഗമായി പിതാവായി ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിച്ചത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. യേശുവിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്തോത്രം ശുശ്രൂഷ എന്ന് പറയുന്നത് ലാസറിനെ എണീപ്പിച്ചതോ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതോ കടലിന് മുകളിൽ നടന്നതോ അല്ല. സ്തോത്രം. റിഡംഷൻ ഓഫ് ദ മാൻകൈൻഡ്. പിതാവായ ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് അവൻ ക്രൂശിൽ മരിക്കണമായിരുന്നു.
ഹല്ലേലൂയ. ആ വലിയ ശുശ്രൂഷ യേശുവിനെ സഹായിച്ചത് ദൈവത്തിന്റെ ആത്മാവിൽ. കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ നിങ്ങൾ കേട്ട് കാണും. സ്തോത്രം. അതേ ക്രൂശിൽ നിന്ന് അവൻ ഇറങ്ങി ഓടാത്തത് ദൈവാത്മാവ് അവനെ ബലപ്പെടുത്തിയത് കൊണ്ട്. ഹല്ലേലൂയ. 3 ആണികൾ കിടന്ന് പിടയ്ക്കുമ്പോഴും അവൻ പിടിച്ചു നിന്നത് ദൈവത്തിന്റെ ആത്മാവിൽ. ഹല്ലേലൂയ. താങ്ങാൻ കഴിയാത്ത വേദനയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ 6 മണിക്കൂർ നേരം ചെയ്യേണ്ടത് മുഴുവൻ അവൻ ചെയ്തത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിൽ. ഇത് പകൽക്കാലം ജീവിതം ശുശ്രൂഷ ഈസി അല്ലായിരിക്കാം. ജീവിതത്തിലും ശുശ്രൂഷയിലും വെല്ലുവിളി ഉണ്ടായിരിക്കാം. ദൈവദാസന്മാരെ നോക്കി ഞാൻ പറയട്ടെ, ദൈവദാസിമാരെ നോക്കി പറയട്ടെ, വെല്ലുവിളികളുണ്ട്, കുരിശുണ്ട്, വേദനയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, പെടച്ചിലുണ്ട്, തകർച്ചയുണ്ട്. പക്ഷേ അതിന്റെ നടുവിൽ നാച്ചുറലി അല്ല, സൂപ്പർ നാച്ചുറലി ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തികയ്ക്കുവാൻ നിന്നെ ബലപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ജോസിഫസും മറ്റൊരു ചരിത്രകാരനും പറയുന്നു, റോമൻ സമ്പ്രദായം അനുസരിച്ച് ചാട്ടവാർ അടികൊണ്ട് ഒറ്റയെണ്ണം പോലും ജീവനോടെ ഇരിക്കത്തില്ല. റോമൻ സമ്പ്രദായം, യഹൂദ സമ്പ്രദായമല്ല. യഹൂദ സമ്പ്രദായ പ്രകാരം പൗലോസ് 5 വട്ടം കോലിനാൽ അടികൊണ്ട്. യഹൂദ സമ്പ്രദായ പ്രകാരമല്ല, റോമൻ സമ്പ്രദായ പ്രകാരം അടികൊണ്ടിട്ട് ആരും നിലനിൽക്കത്തില്ല, ആരും ജീവനോടെ ഇരിക്കത്തില്ല. പക്ഷേ യേശു നിന്നു. യേശു അവിടെ വെച്ച് തീരേണ്ടതായിരുന്നു. സ്തോത്രം. പിലാത്തോസിന്റെ അരമനയിൽ വെച്ച് ജീവൻ പോകണമായിരുന്നു, പക്ഷെ പോയില്ല. കാരണം ദൈവാത്മാവിനെ ബലപ്പെടുത്തി. ഞാൻ പെട്ടെന്ന് പറയട്ടെ, യേശുവിന്റെ നാമത്തിൽ നിന്നെ കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രകൃതിയുമായി ബലപ്പെടുത്തുവാൻ പോകുന്നു. അയ്യോ, ഞാനല്ല ഈ ചെയ്തത്, എന്നെ കൊണ്ടവൻ ചെയ്യിപ്പിച്ചത് എന്ന് പറയുവാൻ. ഞാനല്ല ചെയ്തത്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് പോവാൻ. നിനക്ക് പോലും നീ സർപ്രൈസ് ആകത്തക്ക നിലയിൽ നിന്നെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. ഓ ഹല്ലേലൂയ. ആരാ ഏറ്റെടുത്തത്? നിനക്ക് പോലും നീ സർപ്രൈസ് ആകുന്നു. എല്ലാ വർഷിപ്പ് ലീഡേഴ്സും കേൾക്കട്ടെ, ഇത് ഞാനല്ല പാടിയത്. എല്ലാ ബുക്ക് റൈറ്റേഴ്സ് കേൾക്കട്ടെ, ഇത് ഞാനല്ല എഴുതിയത്. എല്ലാ ഓർക്കസ്ട്ര കമ്പോസേഴ്സ് കേൾക്കട്ടെ, ഇത് ഞാനല്ല കമ്പോസ് ചെയ്തത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ ആർക്കും കഴിയാത്തത് നിന്നെ കൊണ്ട് സാധിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ ആത്മമണ്ഡലത്തിൽ നിന്ന് പകൽക്കാലം പ്രവചന ദൂതായി പറയട്ടെ, ആരൊക്കെയോ ചെയ്തതുപോലെ ചെയ്യാനല്ല, ഒരിക്കൽ കൂടെ ആരൊക്കെയോ ചെയ്തതുപോലെ ചെയ്യാനല്ല, ഒരിക്കൽ കൂടെ ആരൊക്കെയോ പറഞ്ഞതുപോലെ പറവാനല്ല. ഓ, ദൈവം കാർബൺ കോപ്പി കണ്ട് ബോറടിച്ചിരിക്കുകയാണ്. ദൈവം കാർബൺ കോപ്പി കണ്ട് പക്ഷേ എന്നാൽ ആരും ചെയ്തിട്ടില്ലാത്തത് ദൈവത്തിന്റെ നാമത്തെ മഹത്വത്തിന് വേണ്ടി ചെയ്യുവാൻ, ആരും ചെയ്തിട്ടില്ലാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ദൈവം. ഹല്ലേലൂയ. 15-16 മണിക്കൂർ സ്തോത്രം ആർക്കും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഗദശമന മുതൽ ഗോൽഗോഥ വരെ സ്തോത്രം. 16-ാമത്തെ മണിക്കൂർ അല്ലെങ്കിൽ 15-ാമത്തെ മണിക്കൂറുള്ള ഓർത്തു, ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ. അപ്പോൾ അവന് ഓർമ്മ വന്നു, കയ്പ് കാടി കുടിച്ചില്ല. കയ്പ് കാടി കുടിച്ചില്ല. നോക്ക്, ആ സ്ട്രെങ്ത് നോക്ക്, ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ നിൽക്കുകയല്ല, നമ്മളൊക്കെ നിന്ന് കൊടുത്താൽ മതി. ഈ സെക്കൻഡ് സർവീസിൽ ഞാൻ ചാലഞ്ച് ചെയ്ത് ചോദിക്കട്ടെ, നിന്ന് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? Yes, Lord. Take over, Lord. Take over this service. Take over this service, Papa. This is your garden. നിന്ന് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? നിർത്തുന്ന ഒരു കർത്താവുണ്ടോ? നിന്ന് കൊടുക്കാൻ ഒരാളുണ്ടോ? നിർത്തുന്ന ഒരു കർത്താവുണ്ടോ? നിന്ന് കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഈ പട്ടണത്തിൽ നിന്ന് കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ, നമ്പർ 7, റോമർ 8:11, ക്രിസ്തുവിനെ മരിച്ചവടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഓഹോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചത്, അവൻ്റെ ഉയർപ്പ് പരിശുദ്ധാത്മാവിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ആയിരുന്നു. അവൻ്റെ ഉയർപ്പ് പരിശുദ്ധാത്മാവിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ആയിരുന്നു.
കേൾക്കാൻ വളരെ രസമുണ്ട്. പരിശുദ്ധാത്മാവ് വന്ന് അവനെ ഉയർപ്പിച്ചു. ദൈവമക്കളെ, ദിസ് ഈസ് ദ കണ്ടീഷൻ. ഇതാണ് കണ്ടീഷൻ. ദൈവത്തിൻ്റെ ഹിതത്തിൽ നിൽക്കുമ്പോൾ എത്ര തകർന്നാലും ദൈവാത്മാവ് ഉയർത്തുന്നു. കൈയടിക്കുന്നവർ കേൾക്കണേ, 100% യേശു നിന്നത് ദൈവത്തിന്റെ ഹിതത്തിലായിരുന്നു. അവന്റെ ഗദശമനയുടെ പിടച്ചിൽ ദൈവഹിതം, അവന്റെ ക്രൂശ് ദൈവഹിതം, അവന്റെ മുൾക്കിരീടം ദൈവഹിതം, അവനെ അടിച്ച് പഞ്ചറാക്കിയത്, അടിച്ച് അവന്റെ ഉഴവുചാലുകൾ കീറിയത് ദൈവഹിതം. അവൻ 100% ദൈവഹിതത്തിൽ നിന്നതുകൊണ്ട് ഇതാ 3-ാം ദിവസം വരുന്ന പരിശുദ്ധാത്മാവ് അവനെ ഉയർപ്പിപ്പാൻ. അവൻ വെള്ളിയാഴ്ച അടക്കം ചെയ്യപ്പെട്ടു. പക്ഷെ ഞായറാഴ്ച അതിരാവിലെ ദാ വരുന്നു പരിശുദ്ധാത്മാവ്. മുഴുവൻ നരകമൊന്ന് കാണട്ടമേ. 3-ാം ദിവസം, നിന്റെ 3-ാം ദിവസത്തിൽ അവൻ നിന്നെ ഉദ്ധരിക്കുന്നത്, മറുപടി തരുന്നത്, ഉയർത്തുന്നത് സാത്താൻ കാണട്ടെ. അവന്റെ ഉയർപ്പ് ദൈവത്തിന്റെ ഹിതത്തിലായിരുന്നു. കണ്ടീഷൻ അതാണ്. ലോകത്തിൽ എവിടെ പോയാലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഞാൻ ദൈവഹിതത്തിലായിരിക്കും. ഞാൻ എവിടെയായിരിക്കും പറഞ്ഞാട്ടെ? 7 സ്റ്റാറിലും 5 സ്റ്റാറിലുമല്ല. സ്തോത്രം, ഞാൻ ദൈവഹിതത്തിലാണ്. ദൈവഹിതത്തിലാണെങ്കിൽ മനുഷ്യൻ നിന്നെ വച്ചെടുത്ത് 3-ാം പക്കം കാണുകയില്ല. കേട്ടില്ല? ഒരിക്കൽ കൂടെ. ദൈവഹിതത്തിലാണെങ്കിൽ മനുഷ്യർ നിന്നെ വച്ചെടുത്ത് അവർ വന്നു നോക്കിയാൽ, മനുഷ്യർ നിന്നെ അയ്യോ ഇവിടെയല്ലയോ ഞാൻ പുള്ളിയെ വെച്ച്, പുള്ളിയില്ല. കാരണം പരിശുദ്ധാത്മ വന്ന് അവനെ എണീപ്പിച്ച് മറ്റൊരു മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയി. മനുഷ്യർ നിന്നെ വച്ചെടുത്ത് കണം കടിക്കത്തില്ല. 2 മിനിറ്റ് തോംസം വന്നവനെ സ്തോത്രം. അതെ, 8ാമതായി ഞാൻ പറയട്ടെ, അവന്റെ അസെൻഷൻ, അവന്റെ സ്വർഗാരോഹണം പരിശുദ്ധാത്മാവില്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ ഒരു മേഘം വന്ന് മൂടി അവൻ മറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1:9 ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ സ്വർഗാരോഹണം ചെയ്തു. എങ്ങനെ സ്വർഗാരോഹണം ചെയ്തു? ഒരു മേഘം മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ശബ്ദമുയർത്തി പറഞ്ഞ ഒരു മേഘം. ഒരിക്കൽ കൂടെ ഒരു മേഘം. ഒരിക്കൽ കൂടെ. 4000 വർഷങ്ങൾക്കും ആ മേഘം നിങ്ങൾ കണ്ടതാണ്. പകൽ അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭമായി, പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി. ആ മേഘം വന്നു അവനെ മറച്ചു. കാരണം ഈ ഭൂമിയിലേക്ക് അവൻ വന്നത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിലാണ് കന്യകയിൽ ഗർഭിണിയായി തീർന്നത്. പരിശുദ്ധാത്മാവിലാണ് അവൻ വളർന്നത്. പരിശുദ്ധാത്മാവിലാണ് നടന്നത്. പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടത്. പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷിച്ചത്. പരിശുദ്ധാത്മാവിലാണ് ക്രൂശിൽ അവൻ സ്തോത്രം അതേ പരമയാഗമായി തീർന്നത്. പരിശുദ്ധാത്മാവിലാണ് ഉയർത്തത്. പരിശുദ്ധാത്മാവിലാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്. ദൈവപുത്രനാണ്. ദൈവം ആത്മാവ് ആകുന്നു. ദൈവപുത്രനാണ്. ദൈവം ആത്മാവാകുന്നു. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം. ഹോളി സ്പിരിറ്റ് ബേബിയായി വന്നവൻ. ഹോളി സ്പിരിറ്റ് ബേബിയായി തന്നെ. അല്ലെങ്കിൽ ഒരു മേഘം വന്നവനെ മറച്ച്, ഒരു മേഘം വന്ന് അവൻ അസെൻഡ് ചെയ്യപ്പെട്ടു. പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് അവൻ സ്തോത്രം നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. നിർത്തി. നമ്പർ 9, 9ാമത്തെ പരിശുദ്ധാത്മാവ് യേശുമായിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവിനെ പിതാവായ ദൈവന്റെ മേൽ വെച്ചതിന്റെ 9ാമത്തെ കാര്യം തിരുവചനം പറയുന്നു. സ്തോത്രം. മേഘാരൂഢനായി അവൻ വേഗം വരുന്നതാണ്. മേഘങ്ങളിൽ മറയപ്പെട്ടവൻ മേഘാരൂഢനായി വീണ്ടും വരുന്ന അവന് എടുത്തുകൊള്ളവൻ പരിശുദ്ധാത്മാവാണ് എങ്കിൽ സ്തോത്രം മേഘാരൂഢനായി. വെളിപ്പാട് 1:7 മേഘാരൂഢനായി യേശു വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. പരിശുദ്ധാത്മാവിനാൽ അവൻ എടുത്തുകൊള്ളപ്പെട്ടെങ്കിൽ സ്തോത്രം അതേ കർത്തൃകാഹളം ധ്വനിക്കുന്നതായ ആ വേളയിൽ, പ്രധാന ദൂതന്റെ ശബ്ദം വെളിപ്പെടുന്ന ആ സമയത്ത് സ്തോത്രം അതേ മേഘാരൂഢനായി സ്തോത്രം എടുത്തുകൊള്ളപ്പെട്ടവൻ അതേപോലെ അവൻ മേഘാരൂഢനായി വീണ്ടും വരുന്ന. തൊട്ടടുത്ത സെന്റൻസ് എഴുതിയിരിക്കുന്നു, ഏത്
കണ്ണും അവനെ കുത്തി തുളച്ചവരവനെ കാണും. അത് മേഘപ്രത്യക്ഷതയല്ല, അത് മഹത്വ പ്രത്യക്ഷതയാത്രേ. ഈ ദിവസങ്ങളൊന്ന് ഒരു മലയിൽ യേശു നിൽക്കുമ്പോൾ ഹമാസ് അത് കാണും, ഹിസ്ബുള്ള അത് കാണും, അന്തിക്രിസ്തു അത് കാണും, സകല ദുരാത്മാക്കൾക്ക് അത് കാണും. പക്ഷെ ആർക്കും അവനെ തടുക്കുവാൻ കഴിയത്തില്ല. ആർക്കും അവനെ തടുക്കുവാൻ കഴിയത്തില്ല. കാരണം സ്തോത്രം, ഹ്യൂമൻ എഫർട്ടിലും ഹ്യൂമൻ വിസ്ഡത്തിലും ഹ്യൂമൻ സ്ട്രെങ്തിലും അല്ല അവൻ ഫംഗ്ഷൻ ചെയ്യുന്നത്, പകരം അവൻ പരിശുദ്ധാത്മാവിൽ. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ഇന്ന് മുതൽ, ഈ സെക്കൻഡ് മുതൽ നിങ്ങളെ തടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളെ തടുക്കാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളെ തടയുവാൻ ആർക്കും കഴിയത്തില്ല. ഇവർ അൺസ്റ്റോപ്പബിൾ, ഇവർ അൺസ്റ്റോപ്പബിൾ, ഇവർ അൺസ്റ്റോപ്പബിൾ, ഇവർ അൺസ്റ്റോപ്പബിൾ. ശബ്ദം ഉയർത്തി ആരാധിക്ക്. ഇവർ അൺസ്റ്റോപ്പബിൾ. പ്രസംഗം കഴിഞ്ഞു. ഇവർ അൺസ്റ്റോപ്പബിൾ. കാലുകളെ ചങ്ങലകൾ പൊട്ടിയിരിക്കുന്നു, കൈയുടെ ചങ്ങലകൾ പൊട്ടിയിരിക്കുന്നു, നാവിന്റെ ചങ്ങലകൾ പൊട്ടിയിരിക്കുന്നു. ഇവർ അൺസ്റ്റോപ്പബിൾ. എല്ലാ കുട്ടികളും കണ്ണുകൾ അടച്ച് ശബ്ദം ഉയർത്തി ആരാധിച്ചു തുടങ്ങിയാട്ട്. കാലിന്റെ ചങ്ങലകൾ പൊട്ടിയിരിക്കുന്നു, കൈകളുടെ ചങ്ങലകൾ പൊട്ടിയിരിക്കുന്നു, ശുശ്രൂഷയുടെ തടസ്സങ്ങൾ മാറിയിരിക്കുന്നു. ഇവർ അൺസ്റ്റോപ്പബിൾ, അൺസ്റ്റോപ്പബിൾ, അൺസ്റ്റോപ്പബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പർവ്വതങ്ങളും സമനിലങ്ങളാകുന്നു, എല്ലാ പർവ്വതങ്ങളും സമനിലങ്ങളാകുന്നു, എല്ലാ താഴ്വരകളും കയറി വരുന്നു, എല്ലാ താഴ്വരയും കയറി വരുന്നു. എല്ലാ വളഞ്ഞവം നിന്റെ മുൻപിൽ നേരെയാകുന്നു, എല്ലാ വളഞ്ഞവം നിന്റെ മുൻപിൽ യേശുവിന്റെ നാമത്തിൽ നേരെയാകുന്നു. എല്ലാ തടസ്സങ്ങൾ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിൽ സകല തടസ്സങ്ങൾ വിട്ടുപോകുന്നു. നീ മുന്നേറുകയാണ്, നീ മുന്നേറുകയാണ്, മുന്നേറുകയാണ്, മുന്നേറുകയാണ്. ജീവിതം മുന്നേറ്റത്തിൻ്റെതാണ്. ജീവിതം ഇടർച്ചകളും തടസ്സങ്ങളും തട്ടി നിൽക്കുന്നതല്ല. ഇന്ന് പകൽ മുന്നേറുന്നവർ ശബ്ദം ഉയർത്തി ആരാധിക്കട്ടെ.